ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസു. അടുത്ത അധ്യായത്തിലാണ് ആ കൊണ്ടുവന്ന അവല് പല പ്രാവശ്യം ചോദിച്ചിട്ടും ഭഗവാന് ആര് കൊടുക്കാൻ ഗൗനിക്കുന്നില്ല. ഭഗവാൻ പറഞ്ഞു ആ ലജ്ജ കൊണ്ടാണ്. താൻ കൊണ്ടുവന്ന ആ കല്ലും മുള്ളും നിറഞ്ഞതായ നരകാവസ്ഥയായിരിക്കുന്ന ഭഗവാൻ കഴിക്കുവോ എന്ന ആ ഒരു ലജ്ജ, അതുകൊണ്ട് ഭഗവാന് കൊടുക്കാൻ മടി കാണിച്ചു. ചോദിച്ചു, നീ എന്തെങ്കിലും എനിക്കായിട്ട് കൊണ്ടുവന്നിട്ടോ ഉണ്ടോ? എന്നിട്ടും കൊടുക്കാതെ വന്നപ്പോൾ പറഞ്ഞു, മോനെ എനിക്ക് ഇന്നതെന്നൊന്നും നിർബന്ധമില്ല. പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദകം അപകൃതം അസ്നാമി പ്രയ. എനിക്ക് വലിയ കൂടിയ സാധനമൊന്നുമല്ല, ചെറിയ ഇലമായി പൂവായി എന്തെങ്കിലും മതി. അത് പഴമാണെങ്കിൽ കൂടി മതി. അത് ഭക്തിയോടുകൂടിയാണ് എനിക്ക് തരുന്നതെങ്കിൽ ഞാനത് ശരി. നേരെ മറിച്ച് ഭൂര്യഭ്യഭക്തോപകൃതം നമേ ദോഷായ കൽപ്പതി. വലിയ ചാക്ക് കണക്കിന് സാധനം കൊണ്ടുവച്ചാലും അത് ഭക്തിയോടെയല്ല സമർപ്പിക്കുന്നെങ്കിൽ ഞാനത് സ്വീകരിക്കുമില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ആര് കൊടുത്തില്ല? കുചേലൻ കൊടുത്തില്ല. അപ്പൊ ചിന്തിച്ചു, ഇയാളല്ല ഇത് കൊടുത്തു വെട്ടിയിരിക്കുന്നത്, പിന്നെ ആരാ? കുചേലനല്ല കൊണ്ടുവന്നിരിക്കുന്നത്, ഭാര്യ കൊടുത്തു വിട്ടതാണ്. അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് പിടിച്ച് വാങ്ങും, അല്ല കുചേലന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അങ്ങോട്ട് പിടിച്ചു, ഇതങ്ങോട്ട് തുറന്നു നോക്കിയപ്പോൾ ഒന്നാം തരം അവല്. കുചേലനോട് പറയാ, കുചേല എന്തോ നീ കൊണ്ടുവന്നത് അവലോ? ഇത് ദ്വാരകയിലെ സൂപ്പർ മാർക്കറ്റിൽ പോലും കിട്ടാത്ത സാധനമാണല്ലോടാന്ന് വെച്ചു. എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു പിടി അവലെടുത്ത് അങ്ങോട്ട് എടുത്ത് കഴിച്ചു. രണ്ടാമത്തെ അവല് പിടിക്കാൻ വന്നപ്പോൾ ആര് കയറി പിടിച്ചു? രുക്മിണി. എന്തുകൊണ്ടാ? രുക്മിണി ഓർത്തു, ഈ കല്ലും നെല്ലും ഒക്കെ നിറഞ്ഞ അവല് കഴിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യന് വല്ല വയറിളക്കവും പിടിച്ചാൽ മറ്റുള്ളവൾ വേണം കൊണ്ട് ആശുപത്രി പോയി നിൽക്കാൻ. അതുകൊണ്ട് അപ്പൊ നിർത്തിയേക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഭഗവാൻ, എന്തോ ഒരു കാര്യം ചെയ്യും, ഇത് ദ്വാരകാവാസികൾക്കെല്ലാം പ്രസാദമായിട്ട് കൊടുക്കാനാ പറഞ്ഞത്. അല്ലാതെ രുക്മിണി നമ്മുടെ അറയ്ക്കകത്തോണ്ട് പാത്തി വെച്ചോ 1 വർഷം എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് ഇതും എങ്ങനെയാ, നമ്മളും പൂജിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ എന്ത് ചെയ്യണം? പ്രസാദമായിട്ട് കഴിക്കാനുള്ളതാണ്, വീട്ടിൽ കൊണ്ടുപോയി വെക്കാനുള്ളത് അല്ല. കാരണം ഈ തെക്കൻ സൈഡിലോട്ടൊക്കെ ഈ മലയാളം ആചാര്യന്മാര് പറയും ഇത് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കണം. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഇപ്പൊ ഇവിടെ അപ്പൊ ആദ്യം ആയതുകൊണ്ട് ആരും അങ്ങനെ വെച്ചിട്ടില്ലാത്തോണ്ട് ധൈര്യമായിട്ട് പറയാം, വെക്കരുത്. നാളെ ഏതെങ്കിലും ഒരാൾ വന്ന് വെക്കാൻ പറഞ്ഞാലും വെക്കണ്ട. അത് ഞാൻ ഏറ്റവും കുഴപ്പം. വെക്കണ്ടെന്ന് ആരാ പറഞ്ഞിരിക്കുന്നത്? ഞാനാന്ന് പറഞ്ഞാൽ മതി. പിന്നെ അത് ആരും വാല് വെക്കുകയില്ല. അതെനിക്ക് എല്ലാം ഉറപ്പുണ്ട്. ഏതായാലും ഇനി ആ ഭാഗമാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. ആ ഭഗവാൻ അത് എടുത്ത് അശിച്ചു എന്ന് പറയുമ്പോൾ പ്രാണാഹുതി നടത്തും. അത് കഴിഞ്ഞിട്ട് ദീപാരാധന നടത്തും. ആ കുരവയൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവൾക്ക് സമർപ്പിച്ചവരെല്ലാവരും വാങ്ങണം. അതോടൊപ്പം തന്നെ നവഗ്രഹത്തിന്റെ അത് സാറാണെങ്കിലും എടുത്ത് അവൽക്കിഴി എല്ലാവർക്കും തരും. ആ സമയത്ത് നവഗ്രഹ പൂജയുടെ പ്രസാദം വാങ്ങേണ്ടവർക്ക് അദ്ദേഹവും എടുത്തു തരും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ഇനി ആ ഭാഗം വായിക്കണം. ആ ഭാഗം വരെ വായിച്ച് ആ അവലും കഴിച്ചു. എന്നിട്ട് ഭഗവാന്റെ ഗൃഹത്തിൽ സുഖമായിട്ട് കഴിഞ്ഞു എന്നത് വരെ വായിച്ച് അവിടെ നിർത്തും. എന്നിട്ട് ഞങ്ങളും പോയി ചോറൊക്കെ ഉണ്ട് സന്തോഷമായിട്ട് വന്നിട്ട് ബാക്കി ഭാഗങ്ങൾ പാരായണം ആരംഭിക്കുകയുള്ളൂ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ്വയം ജഗാരകിവിധം ഇതി പ്രതുകദണ്ഡോലേ പരമപ്രീണരസകേ താപയന്ത്യംഗമാം വിശ്വം ഏതേ പ്രതുകദണ്ഡുല ഇതി മുഷ്ടി സയുജ്യത്വാ ദ്വിതീയാം ജഗ്തുമാദവേ താവത് ശ്രീ ജഗൃഹസ്തം തത്പരാപരമേഷ്ടിനാം ഇത് മുഷ്ടി സകൃത്യത്വാ ദ്വിതീയാം ജഗ്തുമാദവേ താവത് ശ്രീ ജഗൃഹസ്തം തത്പരാപരമേഷ്ടിനാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത് മുഷ്ടി സകൃത്യത്വാ ദ്വിതീയാം ജഗ്തുമാദവേ താവത് ശ്രീ ജഗൃഹസ്തം തത്പരാപരമേഷ്ടിനാം. ഓം നമോ
ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വിശ്വാത്മൻ പരമസമുദ്രാത്മന അസ്തിലോ ദ്വേതവാഗ്നോയസ്തോഷകാരണം ബ്രാഹ്മണാം സ്ഥാപിതകരി ഉഷിത്വാച്യുതമന്ദിരേ ഉക്ത്വാ പീത്വാ സുഖംബേരേ ആത്മാനം സ്വർഗതോ യഥാ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി സമർപ്പിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യം കൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, എല്ലാവർക്കും അറിയാൻ. നമ്മുടെ നോട്ടീസിൽ ഇന്ന് വൈകുന്നേരം സർവൈശ്വര്യ പൂജ എഴുതിയിട്ടുണ്ട്. സർവൈശ്വര്യ പൂജ നടക്കണമെങ്കിൽ ഓരോരുത്തരും അതിന് വന്ന് സംബന്ധിച്ചാലേ അത് നടക്കുകയുള്ളൂ. ക്ഷേത്രത്തിലെ ദീപാരാധനയ്ക്ക് ശേഷമാണ്. സാക്ഷാൽ പരാശക്തിയുടെ ക്ഷേത്രം കൂടിയാണ്. ഇന്നലെ രുക്മിണി സ്വയംവരവും നടന്നു. രുക്മിണിയുടെ ഭഗവതിയുടെ സാന്നിധ്യവും അതോടൊപ്പം തന്നെ സാക്ഷാൽ ശൂരക്കളത്ത് മഹാദേവിയുടെ നടയിലാണ്. ലളിതാ സഹസ്രനാമമാണ് സർവൈശ്വര്യ പൂജയായിട്ട് നമ്മൾ ഓരോരുത്തര് ചെയ്യുകയാണ്. അതിന് ഒരു വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഈ സർവൈശ്വര്യ പൂജയിൽ പങ്കെടുക്കാൻ ഇരിക്കണം. ഇനി ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ രണ്ട് കസേര ഇട്ടിട്ട് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇരുന്ന് കസേരയിൽ നിലവിളക്ക് വെച്ച് ഇല വെച്ച് ഈ മന്ത്രം ജപിച്ച് ചെയ്യാൻ കിട്ടുന്ന സമയം ലളിതാ സഹസ്രനാമം ചൊല്ലി അർപ്പിക്കും. അപ്പോൾ വരേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ 2 തൂശനില വേണം, ഒരു നിലവിളക്ക് വേണം, ആവശ്യത്തിന് ഒരുക്കിയ പുഷ്പങ്ങൾ വേണം, ഒരു ചെറിയ കിണ്ടി ഉണ്ടെങ്കിൽ അത് നല്ലത്, ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ്, പിന്നെ ഒരു വെറ്റില പാക്ക്, എന്തെങ്കിലും ഒരു ദക്ഷിണ ഗുരുവിനെ സങ്കല്പിച്ച് വെക്കാൻ. ആവശ്യത്തിന് ഒരുക്കിയ പുഷ്പങ്ങൾ എണ്ണാതിരി അതെങ്ങനെയാ വെച്ചാൽ അല്ലെങ്കിൽ ഇവിടെ രസീത് എഴുതി ഇവിടുന്ന് കൊടുത്താൽ മതി. വിളക്ക് എന്തായാലും നിങ്ങൾ കൊണ്ടുവരേണ്ടി വരും. അല്ലാതെ എല്ലാവർക്കും ഉള്ള വിളക്ക് അത് മിനിമം ആളുണ്ടെങ്കിലേ നടത്തുള്ളൂ. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ കുറഞ്ഞത് 2 മണിക്കൂർ വേണം. അങ്ങനെ ഈ 1008 നാമങ്ങൾ ചൊല്ലി സഹസ്രനാമം ചൊല്ലി ആ ക്രിയ ചെയ്തു വരുമ്പോൾ 1.5 മണിക്കൂർ എന്തായാലും ആവും. അപ്പൊ അത്രയും സമയം 2-3 പേരോ ഉള്ളെങ്കിൽ അതിന് മുതിരില്ല. ഈ യജ്ഞശാല നിറച്ച ആളുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ അത്രയും സമയം കൂടെ എനിക്ക് പറയാനുള്ളത് പറയാം. അപ്പൊ അത് മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു കർമ്മം നമ്മൾ നോട്ടീസിൽ ചേർത്തത്. വിദ്യാഗോപാലവോ നമുക്ക് നടത്താൻ സാധിച്ചില്ല. എന്നാൽ അമ്മയുടെ 1008 നാമങ്ങളെങ്കിലും ജപിച്ച് എല്ലാവർക്കും കൂടെ, കാരണം ഒരാൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പവറാണ് ഒരുമിച്ച് സമൂഹമായിട്ട് നടത്തുന്ന പ്രാർത്ഥന. ആ ഓരോ നാമജപം ഇവിടെ ഇരിക്കുന്ന ഈ മണ്ണിലിരുന്ന് ഓരോ നാമജപം നടത്തുമ്പോൾ അത് ഈ മണ്ണിനും ഈ ക്ഷേത്രത്തിന്റെ ചൈതന്യവർദ്ധനവിനും അതേപോലെ തന്നെ ക്ഷേത്രത്തിന്റെ ചൈതന്യം വർദ്ധിക്കുമ്പോൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇരിക്കുന്ന എല്ലാവർക്കും അതിന്റെ അനുഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് ആ നാമം ജപിക്കാൻ എല്ലാവരും ഉണ്ടാവണം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നാളെ ഇതേ സമയം ഒരു 1:15 അങ്ങേയറ്റം ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഈ യജ്ഞം ഇവിടെ പരിപൂർണമാവും. നാളെ ഏകാദശ സ്കന്ധവും ദ്വാദശ സ്കന്ധവുമാണ്. അതിനേക്കാൾ ഉപരി ഒരു 11:30-12 മണിയാവുമ്പോൾ വളരെ പ്രസിദ്ധമായ ഈ ദ്വാദശ സ്കന്ധത്തിലെ ആ ഭാഗവത സംഗ്രഹം എന്ന ഭാഗം പാരായണം ചെയ്യും. 7 ദിവസങ്ങളിലായിട്ട് പാരായണം ചെയ്ത ഭാഗങ്ങളെ ഒന്നുകൂടെ അനുസ്മരിക്കുകയാണ് ഭാഗവത സംഗ്രഹം. അപ്പൊ 7 ദിവസങ്ങളിലായിട്ട് അല്പം പോലും ഭാഗവതം കേൾക്കാതിരുന്നവരാണെങ്കിൽ കൂടി ഈ ഒരു ഭാഗം കേട്ടാൽ ഒരു സപ്താഹം മുഴുവൻ കേട്ടതിന്റെ ശ്രവണ ഫലം ലഭിക്കുന്ന. അത് വെറുതെയാണ്. പൂർണ്ണമായിട്ടും കിട്ടണമെങ്കിൽ പൂർണ്ണമായിട്ടും കേൾക്കണം. അതൊട്ടും കേൾക്കാത്തവൻ ഇതെങ്കിലും വന്നൊന്ന് കേൾക്കട്ടെ എന്ന് വെച്ച് പറഞ്ഞതാണ്. അതുകൊണ്ട് ആ സംഗ്രഹം വായിക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാവണം. നാളെ തിരക്ക് പിടിക്കല്, ഭക്ഷണം 1:30 ആയിട്ടേ ആവുള്ളൂ. കാരണം എവിടെ യജ്ഞം നടന്നാലും താമസിക്കും ലാസ്റ്റ് ദിവസം. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു കലശം പൂജിക്കും. ആ കലശം അഭിഷേകം നടത്തി സമാപന ദീപാരാധനയോടുകൂടിയായിരിക്കും ഈ യജ്ഞം സമർപ്പിക്കുന്നത്. അതിനുശേഷം ഈ യജ്ഞത്തിൽ പങ്കെടുത്തവർക്ക് ആ യജ്ഞം പരിപൂർണമാകുന്നതിന് ദക്ഷിണ സമർപ്പിക്കുക എന്നുള്ള ചടങ്ങാണ്. അത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആദ്യമായിട്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അറിയില്ല എന്ന് വരാതിരിക്കാൻ. ഈ യജ്ഞം കേട്ടവർക്ക് അല്ലെങ്കിൽ ശ്രോതാക്കളായിരുന്നവർക്ക്
ഈ യജ്ഞത്തിൽ പങ്കെടുത്തവർക്ക് മനസ്സുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ദക്ഷിണ, അതാണ് ശ്രോത്ര ദക്ഷിണ എന്നതിന് പറയാം. അല്ലെങ്കിൽ ഇവിടെ ഭക്തദക്ഷിണ നമുക്ക് എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് എഴുതിയിരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, അത് ആർക്കെങ്കിലും അങ്ങനെ ചെയ്യണമെന്നുള്ളവർക്ക്, ഈ യജ്ഞത്തിൽ പങ്കെടുത്തവർക്ക് ദക്ഷിണ സമർപ്പിക്കാൻ മനസ്സോട് താല്പര്യമുള്ളവർക്ക് അത് സമർപ്പിക്കാം. അതോടുകൂടി അതിനുശേഷം ഈ ഭദ്രദീപം ശ്രീകോവിലേക്ക് മടക്കി ആ വിളക്കിലേക്ക് അതങ്ങ് തിരിച്ച് അർപ്പിക്കുന്നതോടുകൂടി ഈ യജ്ഞം സമാപിക്കുകയും ചെയ്യും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഭക്ഷണം കഴിക്കാൻ വിശന്ന് ഷുഗറും ഒക്കെ ഉള്ളവരാണെങ്കിൽ പോയി ഭക്ഷണം കഴിക്കുക. അതല്ല പ്രസാദം വാങ്ങിയിട്ടാണ് നിങ്ങൾ പോകുന്നെങ്കിൽ അങ്ങനെയുമാണെങ്കിലും മതി. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഈ നവഗ്രഹത്തിന്റെ എങ്കിലും മേടിക്കണം, അവലും വാങ്ങിക്കൊണ്ടു വേണം പോകുവാൻ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഓരോരുത്തരായിട്ട് വന്ന് വാങ്ങിച്ചോളൂ. അതേപോലെ അവൽക്കിഴി, ഇവിടെ അവൽക്കിഴി വാങ്ങേണ്ടവര് അവൽക്കിഴിയോ ദക്ഷിണ ഉണ്ടെങ്കിൽ അത് സമർപ്പിച്ചിട്ട് വാങ്ങിച്ചോളുക. ഓം നമോ ഭഗവതേ വാസുദേവായ. ഉച്ചയ്ക്ക് ഗോവർദ്ധനോദ്ധാരണം എന്ന കഥ പറഞ്ഞു. വൃന്ദാവന ലീലകളിലെ ഏതാണ്ട് അവസാനത്തേതെന്ന് പറയാം. പിന്നീട് വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ലീലയാണ് ഭഗവാൻ നടത്തിയത്, രാസക്രീഡ. പക്ഷേ 3/4 മണിക്കൂർ കൊണ്ടൊന്നും രാസക്രീഡ പറഞ്ഞ് തീരത്തില്ലാത്തതുകൊണ്ട് ഞാൻ ആ വിഷയം തൊടുന്നില്ല. അതിനുശേഷം ഭഗവാൻ ഇങ്ങനെ വൃന്ദാവനത്തിൽ കഴിയുന്നു. കംസൻ ആലോചിക്കുകയാണ്, താൻ അയക്കുന്ന അസുരന്മാരെല്ലാവരും തന്നെ അങ്ങോട്ട് പോകുന്നതല്ലാതെ ആരും ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. അപ്പൊ കംസന് മനസ്സിലായി, ഒരു കാരണവശാലും വൃന്ദാവനത്തിൽ ചെന്നിട്ട് കൃഷ്ണനെ വധിക്കാൻ സാധ്യമാവില്ല. അതിനെന്താണ് മാർഗം? ഏത് വിധേനയും എല്ലാവരുമായിട്ട് ആലോചിച്ചു. ഏതു വിധേനയും എന്ത് ചെയ്യണം? ആ കൃഷ്ണനെ മധുരയിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഏതെങ്കിലും വ്യാജമായ രീതിയിൽ മാത്രമേ ഇവിടെ കൊണ്ടുവന്ന് മാത്രമേ കൃഷ്ണനെ വധിക്കാൻ സാധിക്കൂ. എല്ലാവരുമായിട്ട് ആലോചിച്ചു. ഉദ്ധവരുണ്ട്, വക്രൂരുണ്ട്, ഇവരും എല്ലാവരുമായിട്ട് ആലോചിച്ചു. അങ്ങനെ കൃഷ്ണനെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരാം? ഇപ്പോഴാണ് കംസനും എല്ലാവരുടെ തീരുമാനിച്ചു, നമുക്കിവിടെ ഒരു ധനുർയാഗം നടത്താം. ആ ധനുർയാഗം നടത്താനായിട്ട് ഇവരെല്ലാം ഇങ്ങോട്ട് ക്ഷണിക്കാം. അപ്പൊ നന്ദഗോപര് സാമന്തനാണ്, വരും, പിള്ളാരെയും വിളിക്കണം, കാണാനാണെന്നും പറഞ്ഞ്. എന്നിട്ട് ഇവിടെ വെച്ച് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കൊല്ലാനും മല്ലയുദ്ധത്തിന് മല്ലന്മാരെ തയ്യാറാക്കണം, കുവലയാപീഠം എന്ന് പറയുന്ന ആനയെ ആദ്യം നിർത്തണം. ഇങ്ങനെയൊക്കെ തീരുമാനമെടുത്തു. പക്ഷെ കുഴപ്പമുണ്ട്, കംസൻ ക്ഷണിച്ചാൽ നന്ദഗോപര് വിടില്ല. തന്നെയുമല്ല, എന്തെങ്കിലും ചതിയുണ്ടെന്ന് അവർ മനസ്സിലാക്കും താൻ പറഞ്ഞ. അതുകൊണ്ട് ഈ കൃഷ്ണന്റെ തന്നെ ഭക്തനായിരിക്കുന്ന അക്രൂരനെ തന്നെ ദൗത്യം ഏൽപ്പിക്കാം. കാരണം അക്രൂര് കംസന്റെ മന്ത്രിയാണ്, ഭഗവാന്റെ ഭക്തനാണ്. അങ്ങനെയൊക്കെ വരുമ്പം അക്രൂരിനെ തന്നെ വിടാം എന്നൊക്കെ തീരുമാനിച്ചു. അപ്പൊ അക്രൂർക്കും അറിയാം. പക്ഷെ അന്നേരം അക്രൂരിന്റെ മനസ്സിൽ സന്തോഷമുണ്ടായി, എനിക്ക് ഭഗവാനെ ഒന്ന് കാണാമല്ലോ എന്നുള്ള സന്തോഷവും അക്രൂരുടെ മുഖത്തുണ്ട്. അങ്ങനെ അക്രൂര് കംസന്റെ ദൂതുമായി നേരെ ഗോകുലത്തിലേക്ക് വരികയാണ്. ഗോകുലത്തിൽ വന്നു, രഥം ഇറങ്ങി നേരെ അമ്പാടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ പിന്നെ ചെയ്തത് എന്താണെന്ന് നമ്മൾ ചെറുശ്ശേരിയിലൊക്കെ കൃഷ്ണഗാഥയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താ ചെയ്തത്? കൃഷ്ണഗാഥ പഠിച്ചിട്ടുണ്ട്. ആ മണ്ണിനകത്ത് കിടന്നെല്ലാം ഉരുണ്ടു. എന്താ കാരണം? ഭഗവാന്റെ പാദകമലങ്ങൾ വീണ മണ്ണാണല്ലോ. എത്രയോ ഭാഗ്യം ചെയ്ത മണ്ണുകളാണ്. നിരന്തരം ഭഗവാന്റെ പാദസ്പർശമേക്കാൻ സാധിച്ച പുല്ലുകളും ആ മണലുകളുമൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ കണ്ട് നന്നായിട്ട് അങ്ങോട്ട് ഉരുണ്ടു പിടിച്ച് അവസാനം നന്ദഗോപുരുടെ ഗൃഹത്തിലെത്തി. വൈകുന്നേരമായി സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. നന്ദഗോപുർ പറഞ്ഞു, ഞാൻ വിടില്ല. കാരണം നന്ദഗോപർക്കറിയാം കംസൻ ക്ഷണിച്ചിരിക്കുന്നത് എന്തിനാണ്? ഈ പിള്ളേരെ നന്നാക്കാനൊന്നുമല്ല, ഇവരെ വധിക്കാനാണെന്ന് നന്ദഗോപർക്ക് മനസ്സിലായിട്ട് നന്ദഗോപര് ഒരു കാരണവശാലും സമ്മതിക്കില്ല തന്റെ കുട്ടികളെ വിടാൻ. അങ്ങനെ ഇരുന്നപ്പോ രാമനും കൃഷ്ണനും കൂടെ പറഞ്ഞു, അല്ല, ഞങ്ങൾക്ക് പോണം.
കാരണം എന്താ, ഞങ്ങള് ഇവിടെ കിടന്ന് കുറേ നാളായി ഇങ്ങനെ കിടന്ന് കറങ്ങുന്നു, ഞങ്ങൾക്കും പട്ടണമൊക്കെ കാണണം, പട്ടണത്തിൽ അതുണ്ട് ഇതുണ്ട്, ഓലപ്പീപ്പി വാങ്ങണം, അത് വാങ്ങണം, ഇത് വാങ്ങണം, ഇതൊന്നും ഇവിടെ കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് പോയേ പറ്റൂന്ന് ആര് പറഞ്ഞു? അവരുടെ നിർബന്ധവും എല്ലാം കൂടെ ആയപ്പോ നന്ദഗോപർക്ക് സമ്മതിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ പോകാമെന്നൊക്കെ തീരുമാനിച്ചു. രാത്രി അക്രൂർ അവിടെ എന്താണ് രാത്രിയിൽ കഴിച്ചു കൂട്ടുകയാണ്. അപ്പോൾ നേരം വെളുത്തു പിറ്റേ ദിവസം. അപ്പോഴാണ് ഗോപികമാർ അറിയുന്നത് അക്രൂരൻ എന്ന് പറയുന്ന ഒരുവൻ തങ്ങളുടെ ജീവനായിരിക്കുന്ന കൃഷ്ണനെയും കൂട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. നേരം വെളുത്തു വരുന്നേ ഉള്ളൂ. ഉടൻ തന്നെ ഇവരെല്ലാവരും കൂടെ നേരെ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് ഓടുകയാണ്. എന്നിട്ട് പറഞ്ഞു, ആരാ ഇവന് പേരിട്ടത് അക്രൂരന്? ഇവൻ അക്രൂരനൊന്നും അല്ല, ക്രൂരനാ. കാരണം എന്താ, ഞങ്ങളുടെ ജീവനെയാണ് ഇവൻ പറിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. അവസാനം ഓരോരുത്തരും പറഞ്ഞു, ഞങ്ങൾ വിടത്തില്ല, കൃഷ്ണനെ വിട്ടുതരില്ല. ആ കൂട്ടത്തിൽ ഒരുത്തി പറയുന്നത്, കൃഷ്ണനെ എങ്ങാനും കയറ്റിക്കൊണ്ട് രഥത്തെ കയറി പോവുകയാണെങ്കിൽ ആ രഥത്തിന്റെ പോകുന്ന വഴിയിൽ ഞാൻ കുറുകെ കിടക്കുമെന്നാ പറഞ്ഞു. എന്റെ ശരീരത്തിലൂടെ കയറ്റിക്കൊണ്ട് ഏത് പോകാൻ പറ്റൂ? രഥം എന്ന് പറഞ്ഞാൽ ഖരാവോ ചെയ്യുമെന്ന്. ഇപ്പൊ ലോകത്താദ്യമായിട്ട് ഖരാവോ തുടങ്ങിയതാരാ? അത് ഗോപികമാരാ. അപ്പൊ അത് ഇവിടെ തുടങ്ങിയ പരിപാടിയാ, ഞങ്ങൾ വിടില്ല എന്നൊക്കെ പറഞ്ഞു. ആകപ്പാടെ പ്രശ്നമായി. അപ്പൊ കൃഷ്ണൻ അക്രൂരരോടും നന്ദഗോപരോടും ഒക്കെ പറഞ്ഞു, അച്ഛനും അതേപോലെ തന്നെ എല്ലാവരും കൂടെ രഥത്തിൽ കയറ്റണം. അപ്പൊ സാമന്ത രാജാവാണ്, യാഗം നടക്കുമ്പോൾ പല സാധനങ്ങളും കൊണ്ടുവരണം. തൈര് കൊണ്ടുവരണം, പാല് കൊണ്ടുവരണം, മോര് കൊണ്ടുവരണം, തേങ്ങയൊക്കെ എടുത്തോട്ടോ, എല്ലാം തിരുമേനിയെ കേൾപ്പിച്ചാൽ മതി. എന്താണ് ഇപ്പറയുന്ന പലതരത്തിലുള്ള സാധനങ്ങളുമായിട്ട് വേണം യാഗത്തിന് പോകാൻ. സാമന്ത രാജാവാകുമ്പോ യാഗത്തിന് ക്ഷണിച്ചാൽ കയ്യും വീശി പോകാൻ പറ്റില്ല. നിറയസ്ത്ര സാധനങ്ങൾ ഒരു സാമന്തൻ എത്തിക്കണമെന്ന് വ്യവസ്ഥയാണ്. അപ്പൊ അതിനുള്ള പാലും തൈര് മോരയും വേണ്ട സകല സാധനങ്ങളും എന്ത് ചെയ്തു? വണ്ടികളിലെല്ലാം കയറ്റി. നന്ദഗോപരോടൊക്കെ പറഞ്ഞു, നിങ്ങളൊരു രഥത്തിൽ കയറുക, വരുന്നവരോടൊക്കെ മറ്റു രഥങ്ങളിൽ കയറാൻ പറയാ. എന്നിട്ട് അക്രൂരനോട് പറഞ്ഞു, ചേട്ടനും വണ്ടിയാ കയറിയിരിക്കും. എന്നിട്ടോ എല്ലാരോടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓടി വന്ന് ഞാൻ ഏതേലോട്ട് കയറും? രഥത്തേലോട്ട് കയറും. കയറിയ ഉടനെ തന്നെ രഥം പായിച്ചോണമെന്ന് സമ്മതിച്ചു. കാരണം ഗോപികമാരൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുക, വഴി തടഞ്ഞ്. അങ്ങനെ അവരോടെല്ലാം ഇങ്ങനെയൊക്കെ നിന്നപ്പോ അവർക്ക് മനസ്സിലായി പോകുവോ എന്നുള്ള പേടി നിൽക്കുകയാണ്. അങ്ങനെ ഇരുന്നു കൊണ്ട് നേരെ പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൃഷ്ണൻ ഓടിച്ച നെയ്യിലോട്ട് കയറി, രഥത്തിലോട്ട് കയറി. രഥം പാഞ്ഞു. ഗോപികമാരെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴേക്കും രഥം പാഞ്ഞു കഴിഞ്ഞു. അങ്ങനെ രഥം അങ്ങോട്ട് പോയപ്പോൾ അവരിങ്ങനെ നിർനിമേഷരായിട്ട് നോക്കി നിന്നാ. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഭഗവാൻ അവരെ നോക്കിയിട്ട് കൈ വീശീന്ന ഇങ്ങനെ ടാറ്റാന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞ വാക്ക് ആയാസിയേ എന്നാ പറഞ്ഞു. വരാമെന്നല്ല പറഞ്ഞത്, കണ്ടോളാം. അത് ഇവിടെ വന്ന് കണ്ടോളാം എന്നല്ല, എവിടെങ്കിലും വെച്ച് ഇനി നമുക്ക് കാണാം. ഇതാണ് വിരക്തി. തന്റെ ഭഗങ്ങളിൽ ഒന്നാണ് വിരക്തി. അത് ആർക്കുണ്ട്? ഭഗവാൻ ഉണ്ടെന്ന് കാണിച്ചു തരികയാണ്. ഇത്രയും നാള് ആ ഗോപികമാരെയും എല്ലാവരെയും ഒറ്റ നിമിഷം കൊണ്ട് വിട്ടു എന്നർത്ഥം. അങ്ങനെ പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഏതാണ്ട് സന്ധ്യാകാലമായി. അപ്പോഴേക്കും നന്ദഗോപരൊക്കെ മുമ്പേ പോയി കഴിഞ്ഞു. ഇവരെ നമ്മ രഥം മാത്രമായി പിന്നാലെ. അങ്ങനെ പോകുമ്പോൾ ഒരു വനത്തിലൂടെ കടന്നു പോവുകയാണ്. സന്ധ്യാസമയം ഉച്ച സമയമായി. അപ്പോഴത്തേക്ക് ഈ ഉച്ച സമയമായപ്പോഴത്തേക്ക് ത്രൈവർണികരാണ്. ത്രൈവർണികർ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ഇവരെ മൂന്ന് പേരെയും കൂടെ ചേർത്ത് ത്രൈവർണികർ എന്നാ പറയാം. കാരണം മൂന്ന് കൂട്ടർക്കും എന്തുണ്ട്? യജ്ഞോപവീത കർമ്മമുണ്ട്, പൂണൂലിടുമെന്നർത്ഥം. അപ്പൊ ഈ മൂന്ന് കൂട്ടരും പൂണൂലിട്ട് കഴിഞ്ഞാൽ 3 നേരം സന്ധ്യാവന്ദനം കഴിക്കണം, ഗായത്രി ജപിക്കണം. ഇത് വ്യവസ്ഥയാണ്. അങ്ങനെ മധ്യാഹ്നകാലമായപ്പോൾ സന്ധ്യാവന്ദനത്തിന്റെ സമയമായി. ഭഗവാൻ കൃഷ്ണൻ അക്രൂരനോട് പറഞ്ഞു, അക്രൂരെ രഥം നിർത്ത്, സന്ധ്യാവന്ദനം നമുക്ക് കഴിക്കണ്ടേ? ശരിയാണല്ലോ ഭഗവാൻ, അതുകൊണ്ടാണ് പൊയ്യയുടെ തീരത്തോട്ട് നിർത്താൻ പറഞ്ഞു. അങ്ങനെ ആര് നിർത്തി? ഭഗവാൻ രഥം നിർത്തി. അല്ല, അക്രൂരൻ നിർത്തി. ഇറങ്ങാം. ഭഗവാൻ ഇറങ്ങിയ പറഞ്ഞു, അക്രൂരനെ താൻ ആദ്യം ഇറങ്ങാം,
താൻ ഇറങ്ങിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാം, കുളിക്കാന്ന് പറഞ്ഞു. ഓ ശരിയെന്നും പറഞ്ഞ് ഡ്രസ്സെല്ലാം അടിച്ചു വെച്ച് തോർത്തുമൊക്കെ ഉടുത്തോണ്ട് ആരിറങ്ങി? അക്രൂര് ഈ പൊയ്കയിലേട്ട് ഇറങ്ങി മുങ്ങാൻ. അങ്ങോട്ട് തർപ്പണമൊക്കെ നടത്തിയിട്ട് ഒരൊറ്റ മുങ്ങിക്കഴിഞ്ഞപ്പോൾ അക്രൂര് കാണുന്നത് തങ്ങൾ വന്ന രഥം രാമനും കൃഷ്ണനും ഉൾപ്പെടെ എവിടെ കിടക്കുന്നു? വെള്ളത്തിൽ കിടക്കുക. ഭയന്നു പോയി അക്രൂര്. പെട്ടെന്ന് അങ്ങോട്ട് ഉയർന്നു പൊങ്ങി നോക്കിയപ്പോ കരക്കിരിപ്പുണ്ട്. അവര് കളിച്ചോണ്ടിരിക്കുക. വീണ്ടും മുങ്ങി. അപ്പോഴും കാണുന്നത് രഥം വെള്ളത്തിൽ കിടക്കുക. 3 പ്രാവശ്യം മുങ്ങിന. 3 പ്രാവശ്യവും ഈ രാമകൃഷ്ണന്മാരിരിക്കുന്ന രഥം ഉരുണ്ട് വരണ്ട അവിടെ കിടക്കുന്നു, വെള്ളത്തിൽ. അവിടെ അതേപോലെ കാണുകയാണ്. തിരിച്ചു കയറി ഒന്നും മിണ്ടുന്നില്ല. ആര്? അക്രൂര്. തലയൊക്കെ തോർത്തുന്ന സമയത്ത് കൃഷ്ണൻ അക്രൂരിനോട് ചോദിച്ചു, അക്രൂരെ വെള്ളത്തിന് നല്ല തണുപ്പാ അല്ലേന്ന് ചോദിച്ചു. അല്ല, ചുമ്മാ ചോദിച്ചതാ, ശരീരം മുഴുവൻ രോമാഞ്ചം കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചാന്നു. ഇത് കഴിഞ്ഞ ഉടനെ അങ്ങോട്ടിരുന്ന് അങ്ങോട്ട് സ്തുതിക്കുകയാരെ? ഭഗവാൻ. ഏതാണ് 40-ാമത്തെ അധ്യായത്തിലെ അക്രൂര സ്തുതി. തന്റെ അബദ്ധം പറ്റിയത് സ്തുതിച്ചു തീർത്തതാ. എന്തിനാ രഥം കാണിച്ചത് താഴെ? മനസ്സിലാവോ? ആരെങ്കിലും പറഞ്ഞു വന്നിട്ടുണ്ടോ? അതൊന്നും പറയത്തില്ല, വേണ്ട ഒന്നും പറയല. നമ്മള് ഭഗവാന്റെ ഭക്തന്മാരിൽ കുറെ പേരെ ഇടിച്ചു കയറ്റിയിട്ടുണ്ട്. അതിലൊരാളാണ് ആര്? ഈ അക്രൂര്. അക്രൂര് ഭക്തനാണ്, പക്ഷെ വെറും പുറമോടിയ, ഉള്ളുകൊണ്ടില്ല. കാരണം അക്രൂര് കംസന്റെ ദൂതുമായിട്ടാണ് എവിടെ വന്നത്? ഗോകുലത്തിൽ വന്നത്. എന്തിനാ ക്ഷണിച്ചത്? ധനുർയാഗം ഉണ്ടെന്നും പറഞ്ഞ. യഥാർത്ഥത്തിൽ ധനുർയാഗം നടത്തലാണോ ലക്ഷ്യം? ആണോ? അല്ല. പിന്നെയോ ഇവരെ കൊണ്ടുപോയി കൊല്ലാൻ തന്നെയാ. ഈ കൊല്ലാൻ കൊണ്ടുപോകുന്ന പിള്ളേരുടെ ഭക്തനുമാണ് ആര്? അക്രൂര്. സ്വാഭാവികമായിട്ട് ഭഗവാനോട് സ്നേഹമോ ഭക്തിയോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരോട് പറയണമായിരുന്നു? നിങ്ങളെ ഇങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ പിന്നിൽ ചില കളികളുണ്ട് എന്ന് പറയേണ്ടതായിരുന്നു. അക്രൂര് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അഥവാ താൻ ഈ വിവരം പറഞ്ഞാൽ രാമകൃഷ്ണന്മാർ മധുരയ്ക്ക് വരില്ല. ഇങ്ങോട്ട് വിട്ടപ്പോളെ കംസം പറഞ്ഞാ വിട്ടത്. രാമനെയും കൃഷ്ണനെയും കൊണ്ടല്ലാതെ ഇങ്ങോട്ട് വന്നാൽ ഇത് കാണത്തില്ലെന്ന്. അപ്പൊ പിന്നെ അക്രൂർക്ക് തന്റെ തലയാണോ പ്രധാനം, രാമകൃഷ്ണന്മാരുടെയാണോ? അതെ. അതുകൊണ്ട് മറച്ചു വെച്ചു. ഇനി വരും, ഞാൻ ഇപ്പൊ കൂട്ടി പറയാം, അന്നേരം ശരിയാവും. അതുകൊണ്ടാണ് ഒരക്ഷരം പോലും മിണ്ടാതെ കൂട്ടിക്കൊണ്ട് ഇവര് നടിച്ചുമില്ല, അവർക്കറിയാം. അതുകൊണ്ട് ഭഗവാൻ കാണിച്ചു കൊടുത്തു. വെള്ളത്തിൽ ഇറങ്ങിയപ്പോ, മോനെ, ഞാൻ ഈ കരയ്ക്ക് കിടക്കുന്ന രഥത്തിൽ ഇരിക്കുന്നു അനുവാ. നീ ഇപ്പൊ വെള്ളത്തിൽ കണ്ടില്ലേ ഒരുത്തനെ? അതും ആര് തന്നെയാ? ഞാൻ തന്നെയാ. അങ്ങനെയാണെങ്കിൽ നിന്റെ ഉള്ളിലും ആരിരിപ്പുണ്ട്? ഞാനുണ്ട്. നീ പറഞ്ഞില്ലേലും മകനെ, എനിക്ക് മനസ്സിലായി നീ എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത്. വളർത്താനല്ല, മറിച്ച് ശിക്ഷിക്കാനാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായതുകൊണ്ടാ ചോദിച്ചത്. രോമാഞ്ചം ഉണ്ടായോ എന്ന് ചോദിച്ചതിന്റെ കാര്യം അതാ. നീ കണ്ടില്ലേ എന്നെ? അപ്പോൾ നിന്റെ ഉള്ളിലും സകലയിടങ്ങളിലും വ്യാപരിക്കുന്നവനാണെങ്കിൽ നിന്റെ ഉള്ളിലിരിപ്പ് അക്രൂരാ, എനിക്ക് മനസ്സിലായി. നീ ധനുർയാഗത്തിനല്ല എന്നെ, അതുകൊണ്ടാ സ്തുതിച്ചത്. അത് കഴിഞ്ഞിട്ട് രഥത്തിലേറി പോവാ. അതിനിടയ്ക്ക് രഥത്തിൽ കയറുന്നതിന് മറ്റൊരു കാര്യം, എന്തുകൊണ്ട് അക്രൂര് ശരിയായ ഭക്തനല്ല? എല്ലായിടത്തും കബളിപ്പിക്കൽ ആര് നടത്തിയിട്ടുണ്ട്? അപ്പോ ചോദിക്കും, എന്താണ് ഗോകുലത്തിൽ വന്നിട്ട് ഉരുണ്ടില്ലേ? അതൊക്കെ ചെയ്യും, ഉരുളുകയും ചെയ്യും. നമ്മളും ഒക്കെ അങ്ങനെയാ, ഭക്തി വരുമ്പോ ഉരുളും ഇതൊക്കെ ചെയ്യും. പക്ഷെ ഉള്ളോ? അതൊക്കെ പുറമോടികളാ. ഈ അക്രൂര് ചെയ്തതും വെറും പുറമോടി. ആളുകൾ നോക്കിയപ്പോ എല്ലാം ഉരുണ്ടു. ഇതെല്ലാം കണ്ടിട്ട് നമ്മൾ ഓർക്കും ഭഗവാന്റെ വലിയ. അതൊന്നും അല്ല ഭക്തിയുടെ നിദാനം. ഉള്ളിലെന്തിരിക്കുന്നു എന്നുള്ള, അത് ഉള്ളുകൊണ്ട് ആര് ഭക്തനല്ലപ്പോ അക്രൂര്. അതിന്റെ മറ്റൊരു പ്രത്യക്ഷത്തെ തെളിവുണ്ട്, ഇനി വരും. സിമന്തകം എന്ന മണി
ആ സത്രാജിത്തിന്റെ അതാ കഥ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നേടിയെടുത്തതാ. ഈ സെമന്തകമണി സത്രാജിത്ത് വീട്ടിൽ വെച്ചിരിക്കുക. യഥാർത്ഥത്തിൽ സത്യഭാമയെ വിവാഹം കഴിക്കാൻ കൊടുക്കാനെന്ന് വാക്കു പറഞ്ഞിരിക്കുന്നത് കൃതവർമാവിനോടാണ്. ഈ കൃതവർമാവിന് കൊടുക്കാമെന്ന് പണ്ടേ പറഞ്ഞതാ ആര്? സത്രാജിത്ത്. ആ സമയത്താണ് സെമന്തകം പ്രശ്നമൊക്കെ ഉണ്ടായി. ഭഗവാൻ ആരൊക്കെ സത്യഭാമയെ വിവാഹം കഴിച്ച് ഭഗവാൻ കൊടുത്തു. അപ്പൊ ഇതിന്റെ കലിപ്പ് ആർക്ക് കിടപ്പുണ്ട്? ഈ കൃതവർമാവിന്. അപ്പൊ ഈ മണിയുണ്ട്. ഈ മണി കിട്ടിയപ്പോ തന്നെ മണിക്കിട്ടൊരു കണ്ണുണ്ട് ആർക്ക്? അക്രൂരർക്ക്. ഈ മണി എന്റെ വീട്ടിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ട് ഈ അക്രൂരരെ കൃതവർമാവിനെയും അതിന്റെ കൂട്ടത്തിലൊരുത്തരം കൂടെ കൂട്ടി ശതധന്വാവ് ഇവരെ രണ്ടുപേരെ എളിയേറ്റിട്ട് പറഞ്ഞു, ഏത് വിധേനയും സത്രാജിത്തിനെ തട്ടിയിട്ട്, അമ്മായിയച്ഛനെ തട്ടിയിട്ട് ഏത് ചെയ്യണം? ഭഗവാന്റെ അമ്മായിച്ചനാണ് സത്രാജിത്ത്. ആ മണി കൈക്കലാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് ആരെ കൊന്നു? സത്രാജിത്തിനെ കൊന്നു. എന്നിട്ട് മണി എടുത്തുകൊണ്ട് പോയി. പോകുന്ന വഴിക്ക് കൃതവർമാവും ശതധന്വാവും കൂടെ തമ്മിലടിയായി. ആ യുദ്ധത്തില് കൃതവർമാവ് ആരെ കൊന്നു? ശതധന്വാവിനെ കൊന്നു. ഈ വിവരം ആരറിഞ്ഞു? അക്രൂരറിഞ്ഞു. അക്രൂര് പിന്നാലെ നിന്ന് കൃതവർമാവിനെ തട്ടി. മണി എടുത്തോണ്ട് കൈ വെച്ചിട്ട് നേരെ വീട്ടിലോട്ടല്ല വന്നത്, കാശിക്ക് പോയെന്നാണ്. എന്നിട്ട് കാശിക്ക് പോയി വേഷപ്രച്ഛന്നനായിട്ട് മണിയും കയ്യിൽ വെച്ച് കാശി കഴിയുക. അപ്പോഴത്തേക്കാണ് സത്രാജിത്തിന്റെ മരണവിവരമൊക്കെ അറിഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തന്റെ മുതലാത് ശ്രീധനം അത് കാണുന്നില്ല എന്ന് മനസ്സിലാക്കി ഇത് അടിച്ചോണ്ട് പോയതാണെന്ന് അറിഞ്ഞു. ശതധന്വാവും കൃതവർമാവും കൊല്ലപ്പെട്ടു. കൊന്നതാരാണ്? അക്രൂര്. ഒന്നാം തരം NIA അന്വേഷണം ആരെങ്കിലും പ്രഖ്യാപിച്ചു? ഭഗവാൻ. എന്നിട്ട് തപ്പി 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 എവിടെ ചെന്നു? കാശി ചെന്നു. അവിടെ ചെന്ന് ആരെ കണ്ടുപിടിച്ചു? അക്രൂരെ. അക്രൂർ വല്ല സന്തോഷപൂർവം വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തി ചായയൊക്കെ കൊടുത്തു. സൊറയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു, എന്നാ ഞാൻ പോവും അക്രൂരെ എന്ന് പറഞ്ഞു. ഓ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴും ആര് തരുന്നില്ല? അക്രൂർ ഈ സാധനം കൊടുക്കുന്നില്ല. പോകാൻ നേരത്തെ ഭഗവാൻ പറഞ്ഞു, അക്രൂരെ അതിങ്ങോട്ട് തന്നേക്കാൻ പറഞ്ഞു. ഏതാ? മണി. ഭഗവാന്റെ മണിയാന്നറിയാം. അതുകൊണ്ടാണ് എവിടെ പോയത്? കാശിക്ക്. അതാ പറഞ്ഞ ഭക്തി മൂത്താൽ മണി കൈ വന്നാൽ ഭക്തി കാശിക്ക് പോകും. ഈ ഒരു കഥയും കൂടെ ഉണ്ട്. ഇത് കാണാതെയാണ് എന്ത് പറഞ്ഞത്? അക്രൂര് ഭക്തനാണെന്ന് വെച്ചാൽ ഭക്തനാണ്. ഇതൊക്കെ പുറമോടിയാൽ ഉള്ളുകൊണ്ടില്ല. അതുകൊണ്ടാണ് ഈ രഥത്തിലേറി വീണ്ടും വരിക. നേരെ മധുരയിലേക്ക് വരുന്ന സമയത്ത് ആ ബോർഡറിലെത്തിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, നിർത്ത്, ഞങ്ങൾക്ക് ഈ നഗരം മുഴുവൻ നടന്നു കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അക്രൂര് ഭഗവാനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. എന്താ പറഞ്ഞത്? ഭഗവാനെ എന്റെ വീട്ടിൽ വരെ എന്ന് പറഞ്ഞു. അക്രൂരെ വരാം, ഇപ്പൊ സമയമായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ മനസ്സിപ്പോഴും ശുദ്ധമായിട്ടില്ല. എന്ന് ശുദ്ധമാകുവോ? അതുകൊണ്ട് ആ ഭാഗവതത്തിൽ അക്രൂരുടെ വീട്ടിലേക്ക് പിന്നെ പോകുന്ന ഒരു സന്ദർഭമുണ്ട്. അത് എടുത്തു പറഞ്ഞതിന്റെ കാര്യതാ. അന്ന് പോയില്ല, യാത്ര പറഞ്ഞു പോവുകയാണ്. അങ്ങനെ രാമകൃഷ്ണന്മാർ എവിടെ എത്തി? മധുരയിലെത്തി. അവരിങ്ങനെ വീഥികളിലൂടെ നടക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവര് വരുമെന്നറിഞ്ഞിട്ട് ഈ കോട്ട കൊത്തളങ്ങളിലൊക്കെ ആളുകൾ കയറി ഇരിക്കുക. ആരെ കാണാൻ? അന്നത്തെ വലിയ ഫിലിം സ്റ്റാറുമാര് വരുന്നത് പോലെ എല്ലാരും മരത്തെ നിന്നോണ്ടൊക്കെ ആരെ കാണുന്നത്. അത്ര ജനത്തിരക്കാ. ഇതെല്ലാം കണ്ടിങ്ങനെ പോകുമ്പോഴാണ് രാമകൃഷ്ണന്മാര് നോക്കിയപ്പോ അവിടെ ഉള്ളവരൊക്കെ നല്ല ഒന്നാം ദിനം പിള്ളേരൊക്കെ ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് ഓടി നടന്ന് കളിക്കുമ്പോ ഇവര് കാലിപ്പിള്ളാരുടെ താറും വാച്ചിയാണ് ചെല്ലുന്നത്. അപ്പൊ ഇവർക്ക് ഓർത്തു, ഞങ്ങൾക്കും വസ്ത്രമൊക്കെ വേണ്ടേ നല്ലത് കൂട്ടാരത്തിലെ പിള്ളേരുടെ. അങ്ങനെ ചിന്തിച്ചു വരുമ്പോഴാണ് ഒരു രചകൻ ഇങ്ങോട്ട് വരുന്നത്, അലക്കുകാരൻ. അപ്പൊ അവന്റെ കൊട്ടാരത്തിലേക്കുള്ള പിള്ളേരുടെയൊക്കെ ഡ്രസ്സ് നനച്ച് തേച്ച് കൊണ്ട് ഭഗവാൻ ചോദിച്ചു, ഞങ്ങൾക്ക് ഓരോ ജോഡി തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ രചകൻ നോക്കിയപ്പോ രണ്ട് കൺട്രി പിള്ളേര് ആരുടെ ഡ്രസ്സാ ചോദിച്ചിരിക്കുന്നത്? കൊട്ടാരത്തിലെ പിള്ളേരുടെ. നിനക്കൊന്നും പറ്റിയ വേഷമല്ലേ ഇത് കൊട്ടാരത്തിലെ പിള്ളേർക്കാണ് എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഭഗവാൻ ഓർത്തു, എന്നാ പിന്നെ ഇവനെ അങ്ങ് വിടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നേരെ എന്ത് ചെയ്തെന്നാ, ശിരക്കായാതപദ്യത, ഇങ്ങനെ നുള്ളി എടുത്ത് ദൂരോട്ട് എറിഞ്ഞെന്ന. ആരുടെ തല? ഈ രചകന്റെ. അതാ വാക്കത് തന്നെയാ പ്രയോഗം, ശിരക്കായാത അപദ്യത എന്നാ.
നുള്ളിയെടുത്തു ശിരസ് എടുത്ത് ദൂരോട്ടെറിഞ്ഞു. എന്നിട്ടോ രണ്ട് ജോഡി ഇവരങ്ങോട്ട് എടുത്തിട്ടു. ബാക്കിയുള്ളതെല്ലാം ആ രാജവീഥികളിൽ വലിച്ചെറിഞ്ഞു. എന്നിട്ട് തുള്ളി മറിഞ്ഞ് ഇതെല്ലാം കണ്ടുപോവാ. അപ്പോഴാണ് ഭഗവാൻ ഓർത്ത് ഇനി പോകുന്ന സഭയിലേക്കാണ്, സഭ്യന്മാർ കൂടുന്ന സ്ഥലമാണ് സഭ, അന്തസ്സോട് ചെല്ലണം. അന്നത്തെ ഏറ്റവും വലിയ അന്തസ് കുറിക്കൂട്ടിട്ടുകൊണ്ട് ചെല്ലണമെന്ന. കുറിയൊക്കെ തൊട്ട് ചെന്നാലേ ഒരു സഭയിൽ ഇരിക്കുന്ന ആളാകൂ എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് കിട്ടുള്ളൂ. അപ്പൊ അതിന് തൊടാനായിട്ട് എന്തെങ്കിലും വേണ്ടേ? അപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത്. ഒരു സ്ത്രീയെ ഒരു പാത്രത്തിൽ, വലിയൊരു പാത്രത്തില് ഗോരോചനം, അതേപോലെ തന്നെ കസ്തൂരി, ഇങ്ങനെയൊക്കെയുള്ള സുഗന്ധദ്രവ്യങ്ങളൊക്കെ ചേർത്ത് കുറിക്കൂട്ടും ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നു. അപ്പോ ഇവക്കൊരു പ്രത്യേകതയുണ്ട്. ഇവൾക്ക് 3 വളവാണ്. സൈരന്ധ്രി എന്നൊരു പേരുണ്ട്. 3 വളവുള്ളത് കൊണ്ട് ഇവക്ക് ത്രിവക്ര എന്നൊരു പേരുമുണ്ട്. ഇവള് ഭഗവാനെ അങ്ങോട്ട് പാസ് ചെയ്ത് അങ്ങോട്ട് പോവുക. അപ്പോഴത്തേക്ക് ആരും ഇവരെ നോക്കല. കാരണം ഇവരുടെ ശരീരത്തിന്റെ വൈരൂപ്യം കൊണ്ടാവാം ആരും അവളെ മൈൻഡ് ചെയ്യാറ് പോലെ. ഇവരിത് അരച്ചു കൊടുത്ത്, കൊട്ടാരത്തിൽ അരച്ചു കൊടുത്താണ് ഉപജീവനം കഴിക്കുന്നത്. ഇവൾ അങ്ങോട്ട് തന്നെ കടന്നു പോയപ്പം ഭഗവാൻ തിരിഞ്ഞു നിന്നിട്ട് എന്താ വിളിച്ചതാ? ഇവളെ കയറിയിട്ട് സുന്ദരീന്നൊന്ന് വിളിച്ചു. ആ വെളിയിൽ അവൾ അങ്ങോട്ട് വീണുപോയി. കാരണം ഇന്ന് വരെ അവളെ അങ്ങനെ ആരും. അപ്പൊ തിരിഞ്ഞു നോക്കിയപ്പം ആരാ വിളിച്ചത്? ഒരു കറുത്ത ഒരു ചെറുക്കൻ തന്നെ നോക്കി എന്ത് വിളിച്ചിരിക്കുക. അപ്പൊ അവളങ്ങ് വീണുപോയി. തിരിഞ്ഞു നിന്നിട്ട് ഇവളും വിട്ടില്ല. ഇവളും തിരിച്ചു വിളിച്ചു, ശ്യാമസുന്ദര എന്ന് അങ്ങോട്ടും വിളിച്ചു. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ എടാ കരുമാടി കുട്ട എന്നാ വിളിച്ചത്. ആരെ? അപ്പൊ ചോദിച്ചു, നിന്റെ കയ്യിലെന്താ? അത് കുറിക്കൂട്ട, ഞങ്ങൾക്ക് ഇത്തിരി തരാമോ? നിങ്ങൾക്കാ ഇത് ചേരുന്നത്, ആ കൊട്ടാരത്തിലുള്ളവർക്കൊന്നും ഇത് ചേർത്തില്ല. നോക്കിയേ, സുന്ദരീന്ന് വിളിച്ചു കഴിഞ്ഞപ്പം ഉപജീവന മാർഗം ഇപ്പൊ ആർക്ക് കൊടുക്കാൻ പോവാ? വീണ് പോയി എന്നർത്ഥം. എന്നാ നിങ്ങൾ എന്നാക്കാൻ പറഞ്ഞു, തൊട്ടു, സന്തോഷമായി. അങ്ങനെ ഇരുന്നപ്പോ ഭഗവാൻ ഓർത്ത് അവൾ അവിടെ ഉപജീവനത്തെയാണ് തനിക്ക് സമർപ്പിച്ചത്. അപ്പൊ ഇവക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കൊടുക്കണം. അവളെ ഇങ്ങോട്ട് വിളിച്ചു, ഇഞ്ഞു വരാൻ പറഞ്ഞു. എന്നിട്ട് തന്റെ വലതുകാലുകൊണ്ട് അവളുടെ വലതുകാലിന്മേലൊന്ന് ചവിട്ടിയിരുന്നു. ചൂണ്ടുവിരലെടുത്തിരുന്നത് താടിക്ക് പിടിച്ചു ഒറ്റ പൊക്ക് പൊക്കി. അവളുടെ 3 വളവും നിവർന്ന് അതിസുന്ദരിയായി മാറി. ഒരു പുതിയ ഓപ്പറേഷൻ ടെക്നിക്. അങ്ങനെ അതിസുന്ദരിയായി മാറി. സുന്ദരിയായി കഴിഞ്ഞപ്പോ അവൾക്ക് സന്തോഷമായി. അവൾ ഉടനെ ചോദിക്കുക, ഭഗവാൻ എന്റെ വീട്ടിലേക്ക് വരുമോ എന്ന്. അവിടെ വെച്ച് ഇച്ചിരി ഉത്തരം പറയുന്നുണ്ട്, ഞാൻ പറയുന്നില്ല. സൈരന്ധ്രിയോട് അല്ലേ സാർ വായിച്ചല്ലേ? അവിടെ ഭഗവാൻ കൃഷ്ണൻ ഈ സൈരന്ധ്രിക്ക് പറയുന്ന ഉത്തരവുണ്ട്. പറഞ്ഞു, ഒരിക്കൽ നിന്റെ വീട്ടിലും ഞാൻ വരും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന്. ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആരാണോ ഭഗവാന് ഇതേപോലെ തന്റെ കയ്യിലുള്ളത് പൂർണ്ണമായിട്ടും മനസ്സോടെ സമർപ്പിക്കുകയാണെങ്കിൽ എന്തു നിവരും? ആ വളവ് നിവരും. സൈരന്ധ്രിക്ക് 3 വളവേ ഉള്ളായിരുന്നു, നമുക്ക് 30 വളവും 30 വിളവുക. അപ്പൊ ഇതൊക്കെ നിവരണം എന്നുണ്ടെങ്കിൽ കയ്യിലുള്ളത് ആർക്ക് കൊടുക്കണം? ഭഗവാന് പൂർണ്ണ മനസ്സോടെ സമർപ്പിക്കണം എന്നർത്ഥം. അങ്ങനെ അതും കഴിഞ്ഞു. അപ്പോഴത്തേക്ക് ധനുർയാഗം നടക്കുന്നിടത്ത് എത്താറായി. കേറിയേക്കാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് എല്ലാരും വന്ന് കൂടിയൊക്കെ നിപ്പുണ്ട്. അവിടെ ഇവര് കയറി വന്ന ഉടനെ തന്നെ വധിക്കാനായിട്ടാണ് കുവലയാപീഠം എന്ന് പറയുന്ന ആനയെ നിർത്തിയിട്ടുണ്ട്. അങ്ങനെയാ ഇവര് കയറി വന്ന ഉടനെ പാപ്പാനോട് പറഞ്ഞിട്ടുണ്ട്, കണ്ണിട്ട് ആനക്കിട്ട് കുത്തിയാക്കണമെന്ന്. അപ്പൊ ആന വിരളും. അങ്ങനെ ഇവരങ്ങോട്ട് കയറുകയും പാപ്പാൻ എന്ത് ചെയ്തു? കുത്തി. ആന മതിച്ചു വരികയാണ് രാമകൃഷ്ണന്മാരുടെ നേരെ. അടുത്ത് വരുന്നത് ആന അടുത്ത് വന്നപ്പോൾ ഒരൊറ്റ കുതിപ്പിന് ആനയുടെ മസ്തകത്തിൽ ചെന്നു. ആര്? കൃഷ്ണൻ. എന്നിട്ടുള്ള പറയുന്നത്, സിംഹം എങ്ങനെയാണോ തന്റെ കായ കൊണ്ട് മസ്തകത്തിൽ അടിച്ച് മാന്തി കൊമ്പ് കുത്തിക്കുന്നത്, അതേപോലെ ആനയെ കൊമ്പ് കുത്തിച്ച് താഴെയിട്ടു. 2 കൊമ്പും വലിച്ചൂരിയുന്ന രക്തമൊഴുകുന്ന 2 കൊമ്പും ചേട്ടനും അനിയനും ഓരോന്നങ്ങോട്ട് എടുത്ത് തോളെ വെച്ചോണ്ടാ എങ്ങോട്ട് ചെല്ലുന്നത്.
ആ മല്ലയുദ്ധ രംഗത്തേക്ക്. അപ്പോഴത്തേക്ക് അവിടെ ഒന്നാം തരം റസലിംഗ് ചാമ്പ്യന്മാരെല്ലാം തയ്യാറായി നിൽക്കുകയാണ്. ചാണൂരൻ, മുഷ്ടിയൻ എന്നൊക്കെ പേരുള്ള പ്രഗത്ഭരായ അന്നത്തെ മല്ലന്മാർ അവരുമായിട്ട് അവിടെ കിടന്ന് പിന്നെ ഒരു പരിപാടിയാണ്. ഈ ചാണൂരനെയും മുഷ്ടികനെയും ഭഗവാൻ അടിച്ചു കൊന്നു. അപ്പോഴത്തേക്ക് ബാക്കിയുള്ളവന്മാരെല്ലാം പുറകെ വന്നപ്പോ ബലരാമൻ ആ കൊമ്പുകൊണ്ടാണ് ബൊമ്മാരെ പറപ്പിച്ചു. ഇത്രയൊക്കെ ആയപ്പോഴത്തേക്ക് കംസൻ തട്ടിന്റെ മേളിലായിരിക്കുന്നത്, താഴെ അല്ല സീറ്റ്, മേളിയിരിക്കുക. അപ്പോഴത്തേക്ക് പറഞ്ഞ തന്റെ അവസാനമായിരിക്കുന്നു. ഉടൻ തന്നെ പറഞ്ഞു, ആരവിടെ കെട്ട്, അമ്പാടിയിൽ നിന്ന് വന്നിരിക്കുന്നവരെവിടെ പിടിച്ചു കെട്ടാനാ പറഞ്ഞു. എന്താ ഇപ്പോഴും അങ്ങനെയാണല്ലോ, ഈ തീവ്രവാദികൾ മറ്റുള്ളവരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയിട്ട് വില പറയല്ലേ എന്ന് പറഞ്ഞ പോലെ ഇവരെ എല്ലാരെയും പിടിച്ചു കെട്ടി തടവറയ്ക്കകത്തിട്ടാൽ അടങ്ങും? കൃഷ്ണനും രാമനും അടങ്ങുമെന്ന് കരുതിയിട്ട് ഇതെല്ലാം വിളിച്ചു കൂവിക്കൊണ്ടിരുന്നപ്പം അപ്പൊ പിന്നെ ഭഗവാൻ ഓർത്ത ഇനി അധികം താമസിപ്പിക്കണ്ട, ഒറ്റ കുതിപ്പിന് നേരെ മഞ്ചത്തിൽ ചെന്നെന്ന. അവിടെ ഇരുന്ന കംസന്റെ കിരീടം തട്ടിത്തെറിപ്പിച്ചു. തലമുടിയൊക്കെ അന്ന് വളർത്തുമായിരുന്നു. ഇപ്പോഴും ആൾക്കാരൊക്കെ ഇപ്പം വളർത്താൻ തുടങ്ങിയിട്ടുണ്ട് പണ്ടത്തെ പോലെ. ആ തലമുടി കുത്തിന് പിടിച്ച് വലിച്ചിഴച്ചെടുത്തൊരൊറ്റ ഏറായിരുന്നു മഞ്ചത്തീന്ന് നേരെ മല്ല രംഗത്തേക്ക്. അവിടെ ഇട്ട് വലിച്ചിഴച്ചു. അവിടെ ഇട്ട് ആരെ കൊന്നു? കംസനെ വധിച്ചു. കംസനെ കൊന്ന ഉടനെ തന്നെ ഒരൊറ്റ ഓട്ടമായിരുന്നു രണ്ടുപേരും കൂടെ. എങ്ങോട്ടാ? കാരാഗൃഹത്തിലേക്ക്. അവിടെയാണ് തന്റെ മാതാപിതാക്കൾ കിടക്കുന്നത്. നേരെ അവിടെ ചെന്നു, അവരെ അഴിച്ചുവിട്ടു. അവർക്കെല്ലാം അന്നേരവും ദേവകിക്ക് സ്തന്യം ചുരന്നു എന്നാ പറയുന്നത്. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോ ഏതായാലും അവരെ എല്ലാം അടിച്ചു. ആ രാജാവിനെ അവിടെ നിന്ന് എന്ത് ചെയ്തു? മോചിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തിനെ രാജാവാക്കി. പറഞ്ഞു, നീ രാജാവാകാൻ പറഞ്ഞു. ഞാൻ രാജാവാകില്ല, അങ്ങ് രാജാവായാ മതി എന്നൊക്കെ പറഞ്ഞ് അവിടെ പിന്നെ തന്റെ നേതൃത്വത്തിൽ ആ അദ്ദേഹത്തിനെ കൊണ്ട് എന്ത് ചെയ്യാ, ഉഗ്രസേനനെ കൊണ്ട് എനിക്ക് എപ്പോഴും ഉഗ്രസേന ശൂരസേന മഹാരാജാവ് എന്ത് ചെയ്തു? രാജഭരണം ഏറ്റു. അങ്ങനെ അദ്ദേഹത്തിന് നേരത്തെ പഠിക്കും. അങ്ങനെ പഠിപ്പൊക്കെ അങ്ങനെയായി. ഈ സമയത്താണ് അസ്ഥിയും പ്രാപ്തിയും എന്ന് പറയുന്ന കംസന്റെ ഭാര്യമാര് ജരാസന്ധന്റെ മക്കളാ. ഇവര് ജരാസന്ധനോട് മഗധയിച്ചെന്ന് പറഞ്ഞു, ഞങ്ങളെ വൈധവ്യം ആയിപ്പോയി, ആ കൃഷ്ണനെ കൊല്ലണം എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു. എന്താണ്? ഈ ജരാസന്ധൻ 18 പ്രാവശ്യം ആക്രമിക്കുകയാണ്. അവിടെ നിന്നാണ് പിന്നെ വനപർവ്വതത്തിൽ ചാടി കയറി എന്ത് ചെയ്തു? അങ്ങോട്ടേക്ക് പോകുന്നു. അതിനിടയ്ക്ക് ഒരു സംഭവം കൂടെ നടന്നു. സാന്ദീപനിയുടെ ആശ്രമത്തിൽ പോയി പഠിപ്പുമെല്ലാം ആര് കഴിച്ചു എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം വേണം, അത് ഔദ്യോഗികമായി നേടി. അങ്ങനെയെല്ലാം ഇരുന്നപ്പോഴാണ്, ദ്വാരകയിൽ ഇരുന്നപ്പോൾ ഒരു കല്യാണം കഴിക്കണം എന്നൊക്കെ പതുക്കെ തോന്നലുണ്ടായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ലെറ്റർ കിട്ടിയത്. എങ്ങനാ? ആദ്യത്തെ പ്രേമലേഖനം എഴുതിയത് ആരാപ്പോ? ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ കുറെയൊക്കെ എന്താണ് മനസ്സില നോക്കാം. ലെറ്റർ എഴുതി വിട്ടു. ആര്? രുക്മിണി. അന്ന് കൈ വശമാണ് കൊടുത്തു വിടുന്നത്. ഒരു ബ്രാഹ്മണന്റെ കയ്യിലാണ് കൊടുത്തു വിട്ടത്. എന്താണ്? എന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് എന്താണ് എത്രയും വേഗം എത്തിച്ചേരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു എഴുത്ത്. യഥാർത്ഥത്തിൽ ഇതൊരു വാച്യാർത്ഥമായിട്ടൊരു വിവാഹ കഥയാണെങ്കിലും ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഇതൊന്നും അല്ല. ഞാൻ അതൊന്നും ഇപ്പൊ പറയുന്നില്ല. ഒരു കാര്യമായി ഒരു എഴുത്തെഴുതുന്ന ആ എഴുത്തിൽ നിന്നാണ് ഇതൊരു സാധാരണ കഥയല്ല നമുക്ക് മനസ്സിലാകാം. ഇവിടെ പറയുന്നത് എഴുത്തുകെഴുതി കൊടുത്തു വിടുന്നത് ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാം തേ നിർവിശ്യകർണ വിവരൈർകരതോങ്കതാപം രൂപം ദൃശാം ദൃശ്യമതാം അഖിലാർത്ഥലാപം തൊയ്യച്യുതാ വിശദിതമപത്രവം പറയാണ്. ശ്രുത്വാ ഗുണാൻ ഭുവന സുന്ദര. ഏത് ലെറ്റർ എഴുതുമ്പോഴും അതിനൊരു സംബോധന വെക്കാറില്ലേ? പ്രത്യേകിച്ച് പ്രേമലേഖനം എഴുതുമ്പോ. പ്രേമലേഖനം എഴുതിയിട്ടുള്ളവരാണെങ്കിൽ അറിയാം, ഇല്ലാത്തവരാണെങ്കിൽ കേട്ടോളുക. ഒരു കാമുകൻ കാമുകിക്ക് അല്ലെങ്കിൽ കാമുകി കാമുകനോ എഴുതുമ്പോ അതിനകത്ത് എന്തായിരിക്കും കുറഞ്ഞ പക്ഷം വെക്കുന്നത്? ഡാർലിംഗ് എന്നെങ്കിലും വെക്കുവല്ലേ? അതേപോലെ വെച്ച എന്താണ്
ഈ അമ്മൂമ്മ ഭയങ്കര ചിരിയാണല്ലോ, ഞങ്ങളുടെ കാര്യങ്ങൾ പറയുമ്പോ എന്താണ് ഇവിടെ സംബോധന ചെയ്ത എന്താ? ഭുവന സുന്ദരാത. എന്താ അർത്ഥം? ഭുവനത്തിൽ വെച്ച് ഏറ്റവും സുന്ദരൻ ആയവൻ ആരോ അവൻ. ബഹുവ്രീഹി, ഇതാണ് സമാസം. ഭുവനത്തിൽ വെച്ച് ഏറ്റവും സുന്ദരനായിരിക്കുന്നവൻ ആരോ അവൻ. അന്യപദാർത്ഥ പ്രാധാന്യം എന്നാണ് പറയുക, ബഹുവ്രീഹി ആട്ടെ. എന്നിട്ട് പറഞ്ഞു ശ്രുത്വാ ഗുണാൻ, ഞാൻ അങ്ങയുടെ ഗുണങ്ങളെ കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായി എന്താന്നാ, അങ്ങ് ലോകത്തിൽ വെച്ച് ഏറ്റവും, എന്റെ സംശയം ഈ സൗന്ദര്യം കേട്ടറിയുന്നതാണോ കണ്ടറിയുന്നതാണോ? എങ്ങനെയാ സൗന്ദര്യം അറിയുന്നത്? ഒരാള് പറയാ ഇന്ന നാട്ടില് അതിസുന്ദരിയായ പെണ്ണുണ്ട്, നിനക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞാൽ അവൻ സമ്മതിക്കുമോ? പിന്നെന്ത് വേണം? കണ്ടുബോധ്യമാവണം. അപ്പൊ സൗന്ദര്യം കണ്ടറിയണതല്ല, കേട്ടറിയുന്നതല്ല. ഇവിടെ ശ്രുത്വാന്ന് പറഞ്ഞു, കേട്ടിട്ട്. ആ ഭാഷ പഠിച്ചാലേ ആ അന്തർഗതമായ അർത്ഥം അറിയൂ. അപ്പൊ ഒരു കാരണവശാലും സൗന്ദര്യം കേട്ടറിയില്ല. അപ്പൊ പിന്നെ അതല്ല വാച്യാർത്ഥം. ഇവിടെ ഭുവന സുന്ദരാന്നാ പറഞ്ഞത്. രണ്ടാമത്തെ സ്കന്ധത്തിൽ നമ്മൾ ഭഗവാന്റെ രൂപം എന്താന്നാ പറഞ്ഞത്? ഭഗവാൻ ഒരു രൂപം കൽപ്പിച്ചാൽ അത് ഈ ഭുവനമല്ലേ, വിശ്വമല്ലേ? അപ്പോ എന്തായി അർത്ഥം? ഈ പ്രപഞ്ചം തന്നെ രൂപമായിരിക്കുന്ന, സുന്ദരമായിരിക്കുന്ന സ്വരൂപത്തോട് കൂടിയവനെ എന്ന് ഞാൻ കേട്ടിട്ട്, ശ്രുത്വ എന്നതിന് പറയുന്ന സംസ്കൃതത്തിൽ കുതാന്തം പ്രയോഗം എന്നാ. കേട്ടിട്ട്, മനസ്സിലായോ? ഈ കേട്ടിട്ട് എന്നുള്ള അർത്ഥം തന്നെയാണ് ലബന്ധം എന്ന പ്രയോഗം, മനസ്സിലായോ? അപ്പൊ ശ്രുത്വ എന്നുള്ളതിന്റെ അർത്ഥം എടുക്കുമ്പോൾ, സംസ്കൃതീകരിക്കുമ്പോൾ ശ്രീധരി അത് തന്നെയാ പറയണേ. ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താ? വേദം എന്നാ. ഈ ശ്രുതി ശബ്ദത്തിന്റെ തൃതീയ ഏകവചനം എങ്ങനെ വരും? ശ്രുത്യ, ശ്രുത്യ, ശ്രുതിഭ്യാം, ശ്രുതിഭി എന്നാ വരിക. അങ്ങനെയാണെങ്കിൽ ശ്രുതി എന്ന് പറഞ്ഞാൽ വേദമാണ്. ശ്രുത്വ എന്നുള്ളതിന്റെ അർത്ഥം കേട്ടിട്ടെന്നാ. ആ കേട്ടിട്ട് എന്നുള്ള അർത്ഥം തന്നെയാ ലബന്ധം വരുന്നത്. ഏത്? ശ്രുത്യ. അപ്പൊ ശ്രുത്യാന്ന് എടുത്തു കഴിയുമ്പോൾ ശ്രുതിയിലൂടെ. അപ്പോൾ ഭഗവാനെ നീ സാക്ഷാൽ ഈ പ്രപഞ്ചമാകുന്ന, ഈ വിശ്വമാകുന്ന രൂപം എന്ന് ഞാൻ കേട്ടറിഞ്ഞു. എങ്ങനെ കേട്ടറിഞ്ഞു? ശ്രുതിയിലൂടെ. എപ്പോൾ? എന്റെ കൊട്ടാരത്തിൽ ശ്രേഷ്ഠന്മാരായ വേദപണ്ഡിതന്മാർ വന്ന് അങ്ങയെക്കുറിച്ച് വേദത്തിൽ സ്തുതിക്കുന്നത് കേട്ട് കേട്ട്, അങ്ങയ്ക്കൊരു രൂപമുണ്ടെങ്കിൽ എന്താ കാരണം? ഭഗവാൻ ഒരു രൂപം ഇല്ല. യഥാ പറയുന്നത് എന്താണ്? യഥോ വാച്ചോ നിവർത്തന്നെ അപ്രാപ്യ മനസ്സാ സഖാന്ന് ഋഗ്വേദം. വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്തതാണ് ഭഗവാന്റെ രൂപം. അപ്പൊ വാക്കുകൾ കൊണ്ട് ഒരു രൂപത്തെ പറയാൻ പറ്റത്തില്ലെങ്കിൽ മനസ്സുകൊണ്ട് ഗ്രഹിക്കാൻ പറ്റുമോ? ആ ചിന്തയിലൂടെ, അതാ ഇപ്പൊ ഇവിടെ വായിച്ചത്, ജയ ജയ ജയ്യാമജിത ദോഷകൃപീത ഗുണാം എന്നൊരു വേദസ്തുതി വായിച്ചില്ലേ? ആദ്യം പറയുന്നത് അത് തന്നെയാ. യഥോ വാചോ നിവർത്തന്തേ. ഭഗവാന്റെ രൂപത്തെ പറഞ്ഞു കൊടുക്കുക. വേദങ്ങൾ എങ്ങനെയാണ് ഈ ഭഗവാന്റെ സ്വരൂപം എന്ന് സ്ഥാപിക്കുക. അപ്പോ ശ്രുത്വ എന്ന് പറഞ്ഞാൽ ശ്രുത്യ. എന്നാൽ ഈ ഭഗവാനെ ഇന്ന് വരെ ആര് കണ്ടിട്ടില്ല? ഒരു സ്ത്രീ എങ്ങനെയാ ഒരാളെ സുന്ദരനാണെന്ന് അറിയുന്നത്? വല്ലതും പറഞ്ഞറിഞ്ഞാൽ സുന്ദരനാന്ന് പറയുമോ? കാരണം കണ്ടറിയണം. രുക്മിണിയാണ് കൊട്ടാരം വിട്ട് പോയിട്ടുമില്ല. പിന്നെ എങ്ങനെ അറിഞ്ഞു ഈ കൃഷ്ണനാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരനെന്ന്? അപ്പൊ അതല്ല അർത്ഥം. ഭഗവാനെ അങ്ങേക്ക് ഒരു രൂപം കൽപ്പിച്ചു തന്നാൽ അത് ഏതാണ് ഈ രൂപം? അത് ഞാൻ കർണവിവരേഹി, എന്റെ കർണങ്ങളിലൂടെ കേട്ടറിഞ്ഞു. എപ്പോൾ? വേദികളായിരിക്കുന്ന ആളുകൾ വന്ന് അങ്ങയെ കുറിച്ച് വർണ്ണിക്കുന്നത് കേട്ട് കേട്ട് ഞാൻ അറിഞ്ഞു അങ്ങ് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ട് എന്താണ്? രൂപം ദൃശ്യം അതാം അഖില അർത്ഥലാഭം. അങ്ങനെയുള്ള ആ രൂപത്തെ കണ്ടു കഴിഞ്ഞാൽ
ഈ പ്രപഞ്ചത്തിലുള്ള സകലർത്ഥങ്ങളെയും നേടിയെടുത്തു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തൊയി അച്യുതാ വിശദി ചിത്തം അപത്രവം. അതുകൊണ്ട് അങ്ങയിൽ മാത്രം അച്യുതാവ് എന്ന് പറഞ്ഞാൽ ചുതിയില്ലാത്ത എന്ന് നിലനിൽക്കുന്ന അവ്യയനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങയുടെ മനസ്സിൽ എന്റെ മനസ്സ് പൂർണ്ണമായും പതിഞ്ഞിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഞാൻ യഥാർത്ഥത്തിൽ അങ്ങേക്ക് സമർപ്പിക്കപ്പെട്ട നിവേദ്യമാണ്. അതുകൊണ്ട് ഞാൻ സമർപ്പിക്കപ്പെട്ടു അങ്ങയുടെ നിവേദ്യമായിട്ട്. ഈ നിവേദ്യത്തെ സ്വീകരിക്കുക എന്നുള്ളത് ആരുടെ എന്താണ് തീരുമാനമാണ്. ഒരാൾ നിവേദ്യമായിട്ട് കൊടുത്തുവെങ്കിൽ അതിനെ സ്വീകരിക്കുന്നത് ആരുടെ കടമയാണ്? ആ ആളിന്റെ. അതേപോലെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കപ്പെട്ട നിവേദ്യ വസ്തുവാണ്. ആ നിവേദ്യത്തെ ഛേദിവൻ എന്ന് സിംഹപോലെ പരാക്രമമായിരിക്കുന്ന അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട നിവേദ്യമായിരിക്കുന്ന എന്നെ ഛേദിവൻ എന്നു പേരുള്ള കുറുക്കൻ തട്ടിക്കൊണ്ടുപോയാൽ നിവേദ്യമായിരിക്കുന്ന എനിക്കല്ല നാണക്കേട് അങ്ങേയ്ക്ക എന്നാ പറഞ്ഞത്. എന്നർത്ഥം, സിംഹത്തിന് മുമ്പിൽ കുറച്ച് മാംസം കിടക്കുക, മാറി ഒരുത്തൻ നിപ്പുണ്ട്. ആര്? കുറുക്കൻ. അങ്ങനെ നോക്കി നിന്നിട്ട് കുറുക്കൻ എന്ത് ചെയ്തു? ഈ മാംസം എടുത്ത് കടിച്ചോണ്ട് പോയി. മാംസത്തിനാണോ നാണക്കേട്? സിംഹത്തിനാണോ? സിംഹത്തിനാ. അതേപോലെ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ട നിവേദ്യ വസ്തുവായ എന്നെ ശിശുപാലൻ എന്ന കുറുക്കൻ കല്യാണം കഴിച്ചോണ്ട് പോയാൽ എനിക്കൊരു നാണക്കേടുമില്ല. പിന്നെ ആർക്കാ നാണക്കേട്? അങ്ങയ്ക്കാ. ദാരിക വണ്ടി ഇടറാന്ന് പറഞ്ഞു. ആര്? കൃഷ്ണൻ. എന്നിട്ടാ പോയത്. ആരെ കൂട്ടിക്കൊണ്ട് വന്നത്? രുക്മിണിയെ കൊണ്ടുവന്ന് പിന്നെ വിധി അനുസരിച്ച് വിവാഹമൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞാണ് രുക്മിണി സ്വാമി. അതെല്ലാവർക്കും അറിയാവുന്ന കഥയാണ്ട വിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ ദാമ്പത്യത്തിൽ ഒരു മകൻ ഉണ്ടായി. ആരാ? പ്രദ്യുമ്നൻ. ഉണ്ടായ ഒപ്പം തന്നെ ആരാണ്ട് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി. അന്വേഷിക്കാൻ പോലും പോയില്ല. ആര്? ഈ കൃഷ്ണൻ. ഇതാണ് വിരക്തി. ഒന്നിനോട് ഒരു അറ്റാച്ച്മെന്റ് കണ്ടമാനം ആർക്കില്ല? ഭഗവാനില്ല. പിന്നെ 10-25 വയസ്സായപ്പോഴാണ് ഒരു പെണ്ണുമായിട്ട് കയറി വരുന്നത്. ഞാനിവിടുന്ന് പണ്ട് പോയ ആരാ? പ്രദ്യുമ്നന. ഇതെന്റെ പെണ്ണും പിള്ള. കയറി അങ്ങോട്ട് താമസിച്ചോളാൻ പറഞ്ഞു. ഒരു ഭാവവ്യത്യാസവും ഇല്ല. രതിയെ വിവാഹം കഴിച്ചിട്ടൊക്കെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു കഥ പറയുന്നത്, അത് ശരിക്കും പിന്നീട് നടക്കുന്നതാണ് എങ്കിലും ഈ കഥയോട് ചേർത്ത് അങ്ങ് വ്യാസൻ പറഞ്ഞു വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഒരു സംഭവത്തിലൂടെ ഭഗവാൻ 2 വിവാഹം കഴിക്കുന്ന കഥയാണ് പിന്നീട് പറയുന്നത്. അതാണ് സ്യമന്തകം. വളരെ പ്രസിദ്ധമായ ഏത് കഥ? സത്രാജിത്ത് എന്നു പേരുള്ള ഒരു യാദവൻ കുലത്തിൽ തന്നെ പെട്ട ഒരാളാണ്. അദ്ദേഹം ഇങ്ങനെ വലിയ ഒരു സൂര്യഭക്തനായിരുന്നു. എല്ലാ ദിവസവും സൂര്യനെ പൂജിക്കും. അങ്ങനെ അദ്ദേഹത്തിന്റെ ഭക്തിയിലും സ്നേഹത്തിലും ഒക്കെ സുഹൃത്തായിട്ടാണ് കണ്ടുകൂടാ ഭജിച്ചതെന്ന. ആ ഭക്തിയെല്ലാം കണ്ടിട്ട് ഈ സൂര്യൻ ഒരു സന്തോഷമായിട്ട് ഈ സത്രാജിത്തിന് ഒരു മണി കൊടുത്തു. അതിന്റെ പേരായിരുന്നു സ്യമന്തകം. ഇതിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ, ഈ സ്യമന്തകമണി ആരാണോ വെച്ച് പൂജിക്കുന്നത് അവർക്ക് 8 ഭാരം സ്വർണം ദിവസവും കിട്ടും പലിശയായിട്ട്. എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പലിശ കിട്ടും. SBയിലൊക്കെ ഇട്ടാൽ പലിശ എത്ര തവണയാ വർഷത്തിൽ? ഇതങ്ങനല്ല, ഡെയിലി പലിശയാ. ഡെയിലി പലിശയാ. ഏതായാലും ഈ സ്വർണം കിട്ടി, മണി കിട്ടി, അങ്ങനെ മണിയൊക്കെ കിട്ടി, അങ്ങനെ സന്തോഷം. മണി കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് 10 പേര് അറിയണ്ടേ എല്ലാം മണി കിട്ടിയെന്നു. അതിനിപ്പോ അറിയിക്കാൻ എന്താ മാർഗം? അപ്പോഴാണ് ആലോചിച്ചത്, ഈ മണി ഇട്ടോണ്ട് ഭഗവാന്റെ സദസ്സുണ്ട് ദ്വാരകയിലെ, സഭ കൂടുന്ന സ്ഥലം. അതിന് പറയുന്ന പേര് സുധർമ്മ എന്നാ. ഈ സുധർമ്മയിൽ ചെന്നാൽ പല നാട്ടിൽ നിന്നുള്ള ആളുകൾ അവിടെ വരും. അപ്പൊ ഈ വിവരം അവരറിയും, ഇന്നൊരു മണി കെട്ടിയിട്ടുണ്ടെന്ന്. അത് വെച്ചുകൊണ്ട് ഈ സത്രാജിത്ത് ഒരു ദിവസം എന്ത് ചെയ്തു? മണിയൊക്കെ കഴുത്തേലിട്ടോണ്ട് എവിടോട്ട് പോവാ? ദ്വാരകയിലേക്ക് പോവാ. ഭഗവാൻ അറിയാം ഇന്നൊരുത്തം വരുമെന്ന്. ആ സഭയിലിരിക്കുന്ന ഒരു എല്ലാവരോടും പറഞ്ഞു, ഇപ്പൊ ഒരാൾ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും, ഒരു കാരണവശാലും മൈൻഡ് ചെയ്തേക്കല്ലേ, ആരും എഴുന്നേക്കുകയും ചെയ്തല്ലേ എന്ന് പറഞ്ഞു. എല്ലാരും പറഞ്ഞു. അങ്ങനെ പാപം സത്രാജിത്ത് മണി ഇട്ടുകൊണ്ട് സദസ്സിലേക്ക് ചെന്നു.
ഇതിനാണ് നമ്മൾ പറയും എന്താണ് അല്പനർത്ഥം കിട്ടിയ അർദ്ധരാത്രി ചിലപ്പോൾ കാണുമല്ലോ നല്ലൊരു സ്വർണ്ണമാലയൊക്കെ മേടിച്ച് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അയാൾ എവിടെ വരും? അമ്പലത്തിൽ വരും. ഇതുവരെ അകത്ത് കയറി തൊടാത്തവനാണെങ്കിൽ അന്ന് ഷർട്ട് ഊരി എന്ത് ചെയ്യും? അമ്പലത്തിൽ കയറി. പുതിയ സാരി മേടിച്ചാലും അങ്ങനെ അല്ലേ? 10 ആള് കൂടുന്നിടത്ത് ഉടുത്തില്ലെങ്കിൽ ഒരു സഹജമാണ്. ഇത് തന്നെ ആർക്കും ചെയ്തത് സത്രാജിത്ത് അങ്ങനെ എന്ത് ചെയ്തു? ഇത് വിട്ടോണ്ട് സഭയിൽ ചെന്നു. ആരും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മളൊരു വേദിയിലേക്ക് ചെന്ന് നമ്മളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വന്നിട്ടുണ്ടെന്ന് എങ്ങനെ ആയിരിക്കും അറിയിക്കുക? ആ സമയത്ത് നമുക്കറിയത്തില്ല എവിടെ നിന്നാണോ ഒരു ചുമ വരും, ഒരു കാർക്കിക്കലൊക്കെ വരും, തുമ്മും. നമ്മുടെ നമ്പരാ. ഇതൊന്നും ചെയ്തിട്ട് ആയിട്ടില്ല. ഭഗവാൻ നോക്കി പോലും ഇല്ല, ആരും നോക്കിയില്ല. അപ്പൊ ഗ്യാസ് ആയിപ്പോയി. എന്നാ ഇനി പോയേക്കാന്ന് വെച്ച് സത്രാജിത്ത് ഭഗവാനെ തൊഴുത് അങ്ങോട്ട് ഇതാരാ വന്നത്? സത്രാജിത്തോ? തന്നെ കണ്ടില്ലല്ലോടോ. ആർക്ക് സന്തോഷമായി സത്രാജിത്തിന്. തിരിഞ്ഞപ്പോ ഇതെന്നാ തന്റെ കഴുത്തേ കിടക്കുന്നു. പരമാനന്ദം. ഭഗവാൻ ചോദിച്ചല്ലോ. അപ്പൊ കാര്യമൊക്കെ പറഞ്ഞു, ഇതിന്റെ പ്രത്യേകതയും പറഞ്ഞു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, സത്രാജിത്തെ ഒരു 10 ദിവസത്തേക്ക് ആ മണി ഇങ്ങോട്ടൊന്ന് തരാമോ? അതെന്തിനാന്ന് ചോദിച്ചാൽ ദ്വാരക പണിതന്റെ ലോൺ ഇതുവരെയും തീർന്നിട്ടില്ല, ഇതൊന്ന് അടച്ചു തീർക്കാൻ തരാമോ എന്ന് ചോദിച്ചു. ഞാൻ തരത്തില്ല. കാരണം എന്താ? 10 ദിവസം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? ആരാ ഇത്? ആരെയാ കൊടുക്കാൻ? കള്ളനെ കാവലേപ്പിച്ചിട്ട് കാര്യമുണ്ടോ? കൊണ്ട് കിട്ടുമല്ലോ. ഇല്ല ഭഗവാനെ തരത്തില്ല. എന്നാ വേണ്ട, കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഈ മണിയുമായിട്ട് പോയി. എന്നിട്ട് തന്റെ ഷോക്കേസിൽ ഇതിങ്ങനെ പൂജിച്ചൊക്കെ വെച്ചിരിക്കുക. ഒരു ദിവസം സത്രാജിത്ത് എവിടെ പോയി? അന്നാണ് ഇയാളുടെ അനിയൻ വന്നത്, പ്രസേനൻ. പ്രസേനൻ വന്നപ്പം ഷോക്കേസിൽ നല്ലൊരു മണി ഇരിക്കുന്നു. അന്ന് അവൻ നായാട്ടിന് പോകാനിരിക്കുക. എന്നാ പിന്നെ നായാട്ടിന് പോകുമ്പോ ഏതിട്ടോണ്ട് പോവാ? ഈ മണി. അയാള് സദസ്സിലിട്ടോണ്ട് പോയതിന് കാര്യമുണ്ട്, 10 ആള് കാണും. ഇവിടെ ഇവ കാട്ടിലേക്ക് ഇതിട്ടോണ്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ? ഇതിനും ഒരു ചൊല്ലുണ്ട്, വിനാശകാലേ. ഇത് ഇട്ടോണ്ട് പോയി. അങ്ങനെ നായാട്ടിനായിട്ട് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് അതിഭയങ്കരനായ ഒരു സിംഹം ഈ കഴുത്തിൽ കിടക്കുന്ന മണി ഇങ്ങനെ കിടന്ന് തിളങ്ങുന്ന കണ്ടപ്പോ എന്തോ തീറ്റി സാധനമാണെന്ന് കരുതി ചാടി വീണു. ഉറയിൽ കിടന്ന വാൾ ഊരുന്നതിന് മുമ്പ് തന്നെ സിംഹം ആരെ കൊന്നു? ഇയാളെ വധിച്ചു. എന്നിട്ട് ഈ മണിയും കടിച്ചെടുത്തോണ്ട് അങ്ങ് പോയി. നേരെ പോകുന്ന വഴിക്ക് ഒരു കരടിക്കുരങ്ങൻ കണ്ടു. ഒറ്റയടിക്ക് സിംഹത്തിനെ ആര് കൊന്നു? കരടിക്കുരങ്ങൻ കൊന്നു. ആരായി കരടിക്കുരങ്ങൻ? ജാമ്പവാൻ. അങ്ങനെ കൊന്ന് ഈ മണി ജാമ്പവാൻ എടുത്തുകൊണ്ട് പോയിട്ട് ഗുഹയിൽ ചെന്നിട്ട് തന്റെ പിള്ളേർക്ക് കളിക്കാൻ ഇട്ടു കൊടുത്തു. ഇവന്മാർ ഇത് കുരങ്ങന്മാരല്ലേ തട്ടി കളിച്ചുകൊണ്ട് വരും. ദിവസം കുറയായി. സത്രാജിത്ത് നോക്കിയപ്പോൾ പ്രസേനൻ നായാട്ടിന് പോയിട്ട് വന്നിട്ടില്ല. പിന്നീടാണ് അറിഞ്ഞത് പ്രസേനൻ എന്തു ഇട്ടുകൊണ്ടാ പോയത്? മണി. അപ്പൊ മിക്കവാറും മണിക്ക് വേണ്ടിയിട്ട് ഇവനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടാവും. അപ്പൊ ആലോചിച്ചു, അങ്ങനെ ആരും എനിക്ക് ശത്രുക്കൾ അങ്ങനെയുള്ള. അപ്പോഴാ ഇത് പണ്ട് ഒരാൾ എന്നോട് വായ്പ ചോദിച്ചതല്ലേ? ആരാ? കൃഷ്ണൻ. അപ്പം മിക്കവാറും ആരായിരിക്കും കൊന്നിട്ടുണ്ടാവുക? ഇല്ലാ വചനം പറയാ. ഇതിന് പറയുന്ന പേരാണ് കിംവദന്തി. കിംവദന്തി, എന്തോ പറയുന്നു. കിം കിം എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു പാട്ടിറങ്ങിയായിരുന്നല്ലോ ഇടയ്ക്ക്, കിം 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 എന്ന് പറഞ്ഞൊരു പാട്ടില്ലായിരുന്നു? എങ്ങാണ്ട് കേട്ടു. കിംവദന്തി സർവേ കിംവദന്തി, എല്ലാവരും എന്തൊക്കെയോ വാസ്തവമല്ലാത്ത കാര്യം പറയുന്നതിന് പറയുന്ന പേരാണ് കിംവദന്തി പ്രചരിക്കുക. ഇതങ്ങോട്ട് ഇയാൾ പറഞ്ഞിറക്കി. ഇത് ലോകം മുഴുവൻ ഫ്ലാഷായി. ഒരു ദിവസം കൃഷ്ണൻ രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയതാ. തന്റെ ഗേറ്റ് അങ്ങോട്ട് കടന്നിറങ്ങുമ്പം താണ്ടട അവിടെ ഒരു വാൾ പോസ്റ്റ്, സെമന്തകമണിയുടെ പടവും ഉണ്ട്. വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക്. ഇൻസെറ്റിൽ ആരുടെ പടം? കൃഷ്ണന്റെ. അപ്പം മനസ്സിലായി തനിക്കിട്ട് തന്നെയാണ്. അപ്പോഴാണ് തീരുമാനിച്ചത്, ഒരു ഗൃഹസ്ഥൻ, ഗൃഹസ്ഥന്റെ ധർമ്മ പറയണേ, ഒരു ഗൃഹസ്ഥൻ തന്റെ മേലെ ആരെങ്കിലും ഒരു തോന്നിവാസം പറഞ്ഞുണ്ടാക്കിയാൽ അതിന്റെ യാഥാർത്ഥ്യം ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടുന്ന ചുമതല ആർക്കാ? ഗൃഹസ്ഥൻ അവനവനാണ്. അല്ല തെളിവ് കൊണ്ടുപോകാന്ന് പറഞ്ഞിരിക്കുകയല്ല. വഖഫ് ബോർഡിന്റെ കാര്യം പറഞ്ഞ പോലായി. വഖഫ് ബോർഡ് അക്വയർ ചെയ്താൽ പിന്നെ ഈ വസ്തു എന്റെ ആണെന്ന് ആരാ തെളിയിക്കേണ്ടത്? അവർക്കൊന്നുമില്ല. നമ്മൾ വേണമെങ്കിൽ തെളിയിച്ചോണം എന്ന് പറഞ്ഞതുപോലെയാണ്. അങ്ങനെ ഭഗവാൻ മനസ്സിലായി ഇത് തെളിയിക്കണം.
അങ്ങനെ വിവരമല്ല അറിഞ്ഞ് നേരെ ചെറിയൊരു സൈന്യവുമായിട്ട് യാഥാർത്ഥ്യം അറിയണമല്ലോ, നേരെ കാട്ടിച്ചെല്ലുകയാണ്. കാട്ടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടു പ്രസേനൻ മരിച്ചു കിടക്കുന്നു. ആരാ കൊന്നിരിക്കുന്നത്? സിംഹം. നേരെ സിംഹത്തിന്റെ കാൽപാദങ്ങൾ നോക്കി പിന്നാലെ പോയി. അവിടെ ചെന്നപ്പോൾ കുറെ ദൂരം ചെന്നപ്പോൾ ആരും ചത്ത് കിടപ്പുണ്ട്? സിംഹം. ഉടൻ തന്നെ അവിടുന്ന് കണ്ടത് കരടിക്കുരങ്ങന്റെ കാല. അത് തപ്പി ചെല്ലുമ്പോൾ താണ്ടടാ ഒരു ഗുഹയിലോട്ട കേറുന്നു. അവിടെ നിന്നു. തന്റെ സൈന്യങ്ങളോടൊക്കെ പറഞ്ഞു, ഇവിടെ നിന്നോണം, ഞാൻ അകത്തോട്ട് കയറാൻ പോവാ. 12 ദിവസമായിട്ടും 12-ാം ദിവസം ഉച്ചയായിട്ടും എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചോണം, നിങ്ങളുടെ കൃഷ്ണനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇവരോട് പറഞ്ഞിട്ട് ആരും അകത്തോട്ട് വരണ്ടാന്ന് തോന്നുന്നു. നേരെ ഗുഹയിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ആ ഗുഹയില് ഒരു കുട്ടിക്കുരങ്ങൻ ഈ സാമാനായിട്ട് കളിച്ചോണ്ടിരിക്കുക. അപരിചിതനായിരിക്കുന്ന ഒരാൾ കയറി വന്നപ്പോൾ കരഞ്ഞോണ്ട് ഓടി, ധാത്രി എന്ന് വിളിച്ചോണ്ട് ഓടി. പെട്ടെന്ന് സേവികയെ ഇറങ്ങി വന്ന് നോക്കിയപ്പോൾ ഒരാൾ വന്നു നിൽക്കുന്നു. അവളും അലറിക്കുവിക്കൊണ്ട് നേരെ പോയി. അവിടെ കട്ടിലെങ്കാണ്ട് ഉച്ചമയക്കത്തിൽ കിടക്കുകയായിരുന്നു. ആര്? ഈ ജാമ്പവാൻ. പറഞ്ഞു, നമ്മുടെ ഗുഹയിൽ ആരോ അതിക്രമിച്ച് കയറിയിട്ടുണ്ട്. ഉറക്കച്ചടവോടെ ഇങ്ങോട്ട് വന്നതാ. നോക്കുമ്പോ ഒരുത്തൻ നിൽക്കുന്നു. മുഷ്ടി ചുരുട്ടി ഒരൊറ്റ ഇടി വയറിനിട്ട് കൊടുത്തു. ആരുടെ? കൃഷ്ണന്റെ. ഇങ്ങോട്ട് കിട്ടിയാ വിടുവോ? കൊടുത്തു തിരിച്ച്. ഇടി അങ്ങ് മൂത്തു. ഇന്നലത്തെ പോലായോ? ഓരോ ദിവസവും ഇങ്ങനെ ഇടി മൂക്കുകയാണ്. പരസ്പരം ആർക്കും ജയവുമില്ല, തോൽവിയിൽ. അങ്ങനെ ഇടിച്ചിടിച്ച് 12-ാമത്തെ ദിവസം മധ്യാഹ്നമായി. അപ്പോഴേക്ക് വെളിയിൽ നിൽക്കുന്ന ആളോട് പറഞ്ഞതല്ലേ 12 ദിവസം നോക്കിയാൽ മതി എന്ന്. ഇവരെല്ലാരും കൂടെ പറഞ്ഞു, ഓ ഇനിയും കൃഷ്ണൻ വരത്തില്ല, നമുക്ക് പോയേക്കാന്ന് പറഞ്ഞു. ഇവരെല്ലാവരും കൂടെ നേരെ ദ്വാരകയിലേക്ക് ചെന്നിട്ട് വസുദേവരോടും ദേവകിയോടും പറഞ്ഞു, നമ്മുടെ കൃഷ്ണനെ നമുക്ക് നഷ്ടപ്പെട്ടു. മരിച്ചു എന്നല്ല പറഞ്ഞത്, നഷ്ടപ്പെട്ടു. പരിഭ്രാന്തരായി അവരെല്ലാവരും. ഉടനെ തന്നെ ഗർഗനെയൊക്കെ വിളിച്ചു വരുത്തി, എന്താണ് പരിഹാരം? അപ്പൊ പറഞ്ഞു, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കൃഷ്ണനെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ദേവീ ഭാഗവതം നവാകയജ്ഞം നടത്താൻ പറഞ്ഞു. അങ്ങനെ ലോകത്താദ്യമായിട്ട് ദേവീ ഭാഗവത നവാകയജ്ഞം നടത്തിയത് ആരാ? ഈ വസുദേവരും വസുദേവരും ദേവകിയ. എന്തിനു വേണ്ടി? നഷ്ടപ്പെട്ടു പോയ കൃഷ്ണന്. അതാണ് ദേവീ മാഹാത്മ്യത്തിന്റെ മാഹാത്മ്യ കഥയായിട്ട് പറയുന്നത്. ഏത് കഥയാ? ഈ സെമന്തക കഥയാ. അതാണ് അതിന്റെ കാരണം. ഏതായാലും ഇടിയായി. 12-ാം ദിവസം അങ്ങനെ ഇടിച്ചു. ആ ഇടി മൂത്ത് 21-ാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോഴാണ് ജാമ്പവാൻ ഒരു സംശയം. എടാ, രാമരാവണ യുദ്ധത്തിൽ ഒറ്റ ഇടിക്ക് എത്ര രാക്ഷസന്മാരെ കൊന്നവനാ താൻ. തന്നോടൊപ്പം ഇങ്ങനെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ സാമാന്യക്കാരനല്ല. അന്നേരം ജാമ്പവാൻ ചോദിച്ചു, സത്യം പറ, നിങ്ങൾ ആരാണ്? പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞു, പണ്ട് എൻ്റെ പേര് രാമൻ എന്നായിരുന്നു, ഇപ്പൊ എൻ്റെ പേര് കൃഷ്ണൻ എന്നാന്ന് തോന്നുന്നു. അപ്പോഴാ മനസ്സിലായത് സാക്ഷാൽ ആ ശ്രീരാമചന്ദ്ര പ്രഭുവാന്നും പറഞ്ഞ് കാല് നേരെ വീഴുകയാണ്. അങ്ങനെ വീണു, നമസ്കരിച്ചു. എന്താണ് ഭഗവാൻ വന്നത്? പറഞ്ഞു, ഞാൻ സ്യമന്തക മണിയായിട്ട് വന്ന. അതിനെന്താ ഭഗവാനെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. സ്യമന്തക മണി കൊടുത്തു. ആ കൂട്ടത്തിൽ പറഞ്ഞു, ഭഗവാനെ എൻ്റെ ഒരു പെങ്കൊച്ചുണ്ട്, അവളെയും കൂടെ അങ്ങ് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ആരെ? അങ്ങനെ ജാമ്പവതിയെ വിവാഹം കഴിച്ചു. അവളെയും കൂട്ടിക്കൊണ്ട് നേരെ സത്രാജിത്തിന്റെ കൊട്ടാരത്തിലെത്തുകയാണ്. അവിടെ വെച്ചുണ്ടായ കാര്യങ്ങളെല്ലാം സത്രാജിത്തിനോട് പറഞ്ഞു. അപ്പോഴാണ് തനിക്ക് അപകടം ഇത് കഴിഞ്ഞിട്ടാണ്. സാറ് സംശയം ചോദിച്ചാൽ ആദ്യം ഞാൻ സത്രാജിത്തിനെ കൊന്നെന്ന് പറഞ്ഞു. മണി വന്നതേ ഉള്ളൂ. അത് പിന്നീട് ഞാൻ അക്രൂരിന്റെ കഥ പറഞ്ഞുകൊണ്ട് കൂട്ടിച്ചേർത്ത് പറഞ്ഞോ? അയ്യോ ഇല്ല. അപ്പോ സത്രാജിത്തിന് എന്തായി? സന്തോഷമായി. അപ്പൊ താനാണ് ഈ അപഖ്യാതി ഉണ്ടാക്കിയത്. അതിന് പരിഹാരം ആര് ചെയ്യണം? താൻ ചെയ്യണം. അതിന്റെ പരിഹാരമായിട്ടാണ് സത്യഭാമയെ വിവാഹം ചെയ്തു കൊടുത്തു. എന്നിട്ട് വിവാഹം ചെയ്തു കൊടുത്തിട്ട് ഭഗവാനോട് പറഞ്ഞു, ഈ മണി അങ്ങെടുത്തോളാൻ പറഞ്ഞു. എനിക്ക് വേണ്ട. പണ്ട് ഞാൻ നിന്നോട് ചോദിച്ചപ്പോ നീ തന്നോ? ഇല്ല, അതുകൊണ്ട് ഈ മണി ഇവിടെ ഇരുന്നോട്ടെന്ന്. പിന്നെന്താ മാർഗം? അപ്പോഴാണ് സത്യഭാമയെ അങ്ങോട്ട് തരുന്നു.
സ്ത്രീധനമായിട്ട് എന്തും തരുന്നു? ഈ സെമന്തം. അന്ന് സ്ത്രീധനം വാങ്ങിച്ചില്ലേ അകത്തു പോകും, ഇന്ന് കൊടുത്താൽ അകത്തു പോകും. എന്താ വ്യത്യാസം? അപ്പൊ പിന്നെ സ്ത്രീധനമായിട്ട് കിട്ടിയതല്ലേ, അപ്പൊ ശരി തരും. എന്നിട്ട് ഭഗവാൻ പറയാ, ഒരു കാര്യം ചെയ്, മണി തന്നേര്, പക്ഷെ മണി ഇവിടെ വെച്ചേര്, എനിക്കിതിന്റെ എന്ത് മതി? ദിവസവും കെട്ടുന്ന പലിശ ഉണ്ടല്ലോ, അത് മതി. അപ്പൊ മുതല് കൊടുത്തിട്ട് പലിശ വാങ്ങുന്ന ആളിന്റെ പേരെന്നാ? മുതലൊരിടത്ത് വെച്ചിട്ട് ബ്ലേഡ്. അപ്പൊ ലോകത്തെ ആദ്യത്തെ ബ്ലേഡുകാരൻ ആരാ? അതും കൃഷ്ണനാ. അവിടെ ആ അധ്യായം തീരുമ്പോ പറയും വയംച ഫലഭാഗിന എന്നാ പറയുന്നത്. ഞങ്ങൾ ഫലത്തെ ആഗ്രഹിക്കുന്നവരല്ലേ. അപ്പോ മണി അവിടെ ഇരുന്നോട്ട് പലിശ മതി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ ഈ സിസ്റ്റം തുടങ്ങിയത് ആരാ? അതും കൃഷ്ണനാ. എന്നിട്ട് സത്യഭാമയുമായിട്ട് നേരെ പോയി അവിടെ ചെന്നു. അങ്ങനെ രണ്ട് വിവാഹം ചെയ്ത കഥയാണ് ഏത്? സെമന്തം. അതിന് ഞാൻ പറയാറുണ്ട്, ഈ ഏറ്റുമാനൂരൊക്കെ മാർജിൻ ഫ്രീ മാർക്കറ്റ് ഉണ്ടോ? ഈ 108 കവലയിലൊക്കെ ഉണ്ടല്ലോ ഇല്ലേ? ചില ദിവസം ഓഫർ വരും. 200 ഗ്രാം ടൂത്ത് പേസ്റ്റ് മേടിച്ചാൽ 2 ബ്രഷ് ഫ്രീ. അതേപോലെ സെമന്തമണി എടുക്കാൻ പോയപ്പോ കിട്ടിയ ഫ്രീ ഗിഫ്റ്റാ ഏത്? സത്യഭാമേ ജാംബവതി. ഇങ്ങനെ രണ്ടുപേരെ വിവാഹം ചെയ്ത കഥ ഇനി ശക്തി എടുത്ത് പറയണം, പറ്റില്ല. ഇന്നലത്തെ പോലെ തന്നെയായി. ഇനിയിപ്പോ നാളെ ഇനി വൈകിട്ട് എന്തെങ്കിലും ഇതാണെങ്കിൽ അത് നടക്കില്ല, ഇല്ലെങ്കിൽ നാളെ ദശമൊക്കെ തീർത്തു ഏകാദശത്തിലെ വിഷയങ്ങളൊന്ന് ഓടിച്ചായിരിക്കും പറയുന്നത്. പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് സമർപ്പിക്കണം. അതുകൊണ്ട് ഏകാദശത്തിലെ നിമി നവയോഗി സംവാദമുണ്ട്. 24 ഗുരുക്കന്മാരുണ്ട്. നോക്കട്ടെ, ഉദ്ധവോപദേശത്തിലെ 2 ചോദ്യമെങ്കിലും പറയണമെന്ന് ആഗ്രഹമുണ്ട്. സമയം പോലെ അത് പറയുകയും ചെയ്യുക. ഇനി ആ ചായ വന്നിട്ടുണ്ട്, എല്ലാവരും ചായ കുടിക്കുക. ഞങ്ങൾ നിർത്തുന്നില്ല. ഞങ്ങൾ മൈക്ക് വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക, ഇല്ലെങ്കിൽ അങ്ങ് വായിച്ചു പോവുക. അല്ലെങ്കിൽ നാളെ ഒരു ഫുൾ ഡേ വായിക്കേണ്ടതാണ്, ഉച്ച കൊണ്ട് തീരണ്ട. അപ്പം മുമ്പോട്ട് വായിച്ചു വെച്ചാലേ നാളെ പറയാൻ സമയം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇനി അങ്ങ് വായിക്കുക.